ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ എത്രയൊക്കെ ആധ്യാത്മികതയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ ഈശ്വരനോട് പറയാനും ആ ആവശ്യങ്ങളൊക്കെ ഈശ്വരൻ നമുക്ക് നടത്തി തരും എന്നുള്ള ഭാവത്തിലുമാണ്. അല്ലാതെ ഭക്തി ഉണ്ടാവണേ ഭഗവതി എന്ന് പറഞ്ഞ് എത്ര പേർ ഗുരുവായൂരും ഇവിടെയൊക്കെ വരുന്നത് ഞാൻ എന്തായാലും പോകാറില്ല. ആവശ്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലെ? അത് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. 42 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടക്കാത്ത ഒരാൾ എനിക്ക് അന്ന് മാത്രമേ ശരണം പറയാറുണ്ടോ? ഒരു പെൺകുട്ടിയെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് വരണേ ഗുരുവായൂരാണ് പ്രാർത്ഥിക്കും. അതൊരു തെറ്റായിട്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത് എനിക്കറിയില്ല. ആഗ്രഹങ്ങൾ ചോദിക്കരുത്, ഭക്തി മാത്രം. അത് കുറെ കൂടെ ഉയർന്ന തലത്തിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയായിട്ട് മാറും. നമ്മളൊക്കെ സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് ഈശ്വരനിൽ നിന്ന് പലതും നേടിയെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള നമ്മൾ ഇവിടെ കൈപ്പറമ്പ് വന്ന് അമ്മേ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരണേ, അമ്മ എൻ്റെ വിവാഹം വളരെ പെട്ടെന്ന് നടക്കണേ, എൻ്റെ ഗൃഹത്തിന്റെ ജോലി വീട് പണി പെട്ടെന്ന് നടപ്പിലാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ തരത്തിൽ ദേവിയുടെ അനുഗ്രഹ കല എന്നുണ്ട്. ദേവി അനുഗ്രഹിക്കണം. ആ അനുഗ്രഹിക്കാനുള്ള ചൈതന്യം ദേവിയിൽ ഉണ്ടായിരിക്കണം. കാലക്രമേണ നടക്കുന്ന പലതരത്തിലുള്ള ശോഷണങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം ഉണ്ടായ സമയത്തോ അല്ലെങ്കിൽ ഇതിനു മുമ്പൊരു കലശം നടന്ന സമയത്തോ ഉള്ള ചൈതന്യമായിരിക്കില്ല ഇപ്പോ ദേവിയിൽ ഉണ്ടാവുക. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ആ ചൈതന്യത്തിലുണ്ടായ കുറവ് അനുഗ്രഹത്തെയും ബാധിക്കും. പൂർവാവസ്ഥയിൽ വീണ്ടും ദേവിയുടെ ചൈതന്യം എത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും നമ്മൾ പറയുന്ന ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അർഹത ഉള്ളതാണെങ്കിൽ നടത്തി തരാൻ ഭഗവതിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവതി തന്നെ വീണ്ടും അമ്മയുടെ ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കലശം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജീവനാഡിയാണ്. ഇവിടെ നിങ്ങൾ ഇത്രയും പേർ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും കലശത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. കാരണം എന്നെ പല സ്ഥലങ്ങളിലും കലശ സമയത്ത് പ്രഭാഷണങ്ങൾക്ക് വിളിക്കുമ്പോൾ പൊതുവിൽ കേട്ടിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളോട് കലശ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മനോഭാവവും ഉത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന മനോഭാവവും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഉത്സവത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ്. ഉത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വികാരമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പക്ഷെ കലശം എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ അത് അവിടെ എന്തൊക്കെയോ ബ്രാഹ്മണർ കുറെ പൂജയൊക്കെ ചെയ്യുന്നു, കുറെ ഹോമമൊക്കെ നടക്കുന്നു, നമ്മൾ അതിന്റെ ഒന്നും ഭാഗത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ക്ഷേത്രം ഉണ്ടെങ്കിലാണ് ഉത്സവാദി ചടങ്ങുകളെല്ലാം തന്നെയാണ്. ക്ഷേത്രം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ക്ഷേത്ര ചൈതന്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കലശം നടന്നേ സാധിക്കുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇനി ഉണ്ടാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അമ്മ വീണ്ടും അമ്മയുടെ ഒരു എന്താ പറയുക റിജുവിനേഷൻ എന്ന് പറയും. നമ്മൾ ഈ കർക്കിടക മാസ പാക്കേജ് ഒക്കെ ഉണ്ടല്ലോ, ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ശരീരത്തിലെ മോശം സാധനങ്ങളൊക്കെ മാറ്റി ഏറ്റവും നല്ലത് മാത്രം ശരീരത്തിലേക്ക് എടുത്ത് വീണ്ടും നമ്മൾ ഒരു കുറെ കാലം കൂടി ഓടാനുള്ള ഒരു എനർജി സംഭരിക്കില്ലേ. അതുപോലെ ദേവിയും ഈ സമയത്ത് അമ്മയുടെ ആ ചൈതന്യത്തെ അമ്മ സ്വയം അമ്മയിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയിട്ടൊരു ആവശ്യം ഭാവിയിൽ അമ്മയോട് ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തോന്നണം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ആവശ്യം വരുമ്പോൾ മാത്രം എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരല്ല എൻ്റെ ആളുകൾ. അതുകൊണ്ട് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ഈ സമയത്ത് നിർബന്ധമായിട്ടും അമ്മയെ പോയി കാണാന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളത് വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. എനിക്കത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഈ അമ്മയുടെ ചൈതന്യത്തെ കുറിച്ചും അല്ലെങ്കിൽ അമ്മ നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് ലഭിച്ചത് പല കാര്യങ്ങൾക്കും. അത് എനിക്കിവിടെ വരുമ്പോൾ അതിന്റെ റെപ്യൂട്ടേഷനാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ ഗോപുരത്തിന്റെ ചടങ്ങും അതുപോലെ തന്നെ ഈ കലശ ചടങ്ങ് നടത്താനായിട്ട് വളരെ കുറഞ്ഞ സമയം കിട്ടിയിരുന്നു. ഞങ്ങൾ വിചാരിച്ചതേയില്ല ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന്. പക്ഷെ നടന്നു. ഇപ്പൊ ഇവിടെ കിഷോറും മണിയും പറഞ്ഞു ഞങ്ങൾക്കും വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ, ഞങ്ങളും വിചാരിച്ചില്ല അത് നടക്കുന്നുള്ളത്. അതും വളരെ പെട്ടെന്ന് നടന്നു. അമ്മ കലശത്തെ മുമ്പ് തന്നെ ഈ അവസ്ഥയിലാണെങ്കിൽ ഈ കലശം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെ കുറിച്ച് നിങ്ങളെല്ലാം ചിന്തിച്ചു. എത്രത്തോളം തേജസ്സാണ്, എത്രത്തോളം ചൈതന്യമാണ് ഈ ഭഗവതിയിൽ നിറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സ്വാഭാവികമായിട്ട് പറയപ്പെടുന്ന ചൈതന്യത്തിന് ലോകം സംഭവിക്കുമ്പോൾ തന്നെ ഭഗവതി ഇത്രയധികം പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇനി അമ്മയ്ക്ക് നമ്മൾ ആ ചൈതന്യം കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എത്രത്തോളം വേഗമായിരിക്കും മനസ്സിലാക്കും. അമ്മ നമുക്ക് വേണ്ടി അമ്മ വീണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് അമ്മയുടെ ഈ കലശ ചടങ്ങുകളുടെ ഭാഗമാവേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അന്ന് പോവാൻ നല്ല പറഞ്ഞത് ഉത്തരവാദിത്വം എന്നുള്ള ടേമാണ് ഉപയോഗിച്ചത്. കാരണം ഇതൊരു ദേവീക്ഷേത്രമായതുകൊണ്ടും ഇവിടെ ഇരിക്കുന്നത് ഭദ്രകാളി ഭാവത്തിലുള്ള ഒരു ഭഗവതി ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഭഗവതി ആയതുകൊണ്ടും ഈ ഭഗവതിയും ഈ തട്ടകത്തുള്ള ആളുകളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദേവിയും ഭക്തനും തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയില്ലേ, ഈ തട്ടകത്തുള്ള ആളുകളും ഭഗവതി തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? താങ്ക് യു സോ മച്ച്. ഞാൻ അതിനാണ് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയത്. എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കണമെന്നുണ്ടായിരുന്നു. അമ്മയാണ്. നമ്മൾ വിളിക്കുന്നത് ഏത് ഭാവത്തിലാണെന്നാണ് സങ്കല്പം അല്ലെ? ഭദ്രകാളിയാണ്, ദേവിയാണ്. ദേവി എന്ന് വിളിച്ചാൽ നമ്മുടെ റോള് ഭക്തന്റെയാണ് അല്ലെങ്കിൽ ഭക്തിയുടെയാണ്. അമ്മേ എന്ന് വിളിച്ചാൽ നമ്മുടെ റോള് മകളുടേതാണ്, മകന്റേതാണ്, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പേരക്കുട്ടികളുടെയാണ്. അമ്മയായിട്ട് കാണണോ ദേവിയായിട്ട് കാണണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പനോട് ഇത്രയധികം സ്നേഹം? നിങ്ങൾ ഗുരുവായൂരപ്പൻ ഉണ്ണിയായിട്ട് കാണുന്നു, നിങ്ങൾ ഗുരുവായൂരപ്പനെ ഉണ്ണി ഏട്ടനായിട്ട് കാണുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോട് കൂടുതൽ സ്നേഹം തോന്നുന്നു. കാരണം നമ്മളിൽ ഒരാളായിട്ട് നമ്മൾ ആരെ കാണുന്നു? ഈശ്വരന്മാരെ കാണുന്നു. എന്തുകൊണ്ടാണ് കണ്ണൂർ ഭാഗത്ത് മുത്തപ്പൻ ഇത്രയധികം പ്രചാരം കിട്ടുന്നത്? മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആളാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടിയാണ്. അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടിയാണ്. നമ്മുടെ വീട്ടിലെ ആൾക്കാർ അവരൊക്കെ ആ വീട്ടിലിരിക്കുന്ന ഭഗവതി തന്നെയാണ് ഈ കൈപ്പറമ്പിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്ന് എപ്പോ അഭിസംബോധന ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്ക് വരുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ഭഗവതിക്കും തിരിച്ചു കിട്ടുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ദയവായിട്ട് കരുതരുത് അമ്മയുടെ ഉത്തരവാദിത്തമാണ് മക്കളെ നോക്കുക, തിരിച്ച് മക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ് അമ്മയെ നോക്കുന്നത്. കുഴപ്പമില്ല. അതുകൊണ്ട് അമ്മയെ നോക്കാൻ നമുക്ക് കിട്ടിയ സമയമാണ് ഇത്. അങ്ങനെ കാണാം. അമ്മയുടെ ചൈതന്യത്തിലേക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, എന്ത് സംഭാവന ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അപ്പൊ നമുക്കൊക്കെ തോന്നാം നമ്മളിപ്പോ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊന്നുമല്ലല്ലോ, ഞങ്ങൾക്ക് എങ്ങനെയാണ് നേരിട്ട് ഈ പൂജകളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക? ഇപ്പൊ ഇവിടെ നാളെ സായുജ്യ ഹോമം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോയിട്ട് അവിടെ ഹോമത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ശുദ്ധി നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് അമ്മയുടെ ചൈതന്യ വർധനവിന് നമ്മുടെ ഒരു പാർട്ട്, നമ്മുടെ ഒരു ഭാഗം നമുക്ക് കൊടുക്കാൻ സാധിക്കുക? വളരെ സിമ്പിളാണ്. ഒന്ന്, നിങ്ങളുടെ സാന്നിധ്യം, പ്രസൻസ്. ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ വെറുതെ വന്നിരിക്കുക. രണ്ട്, സാധിക്കുന്നത്ര അമ്മയുടെ തിരുനാമങ്ങൾ കീർത്തിക്കുക, അമ്മയുടെ നാമങ്ങൾ ഉദ്ഘോഷിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് കലശം സമയത്ത് എല്ലാ ദിവസവും സ്വാഭാവികമായിട്ടും ഭഗവത് സേവ നിർബന്ധമാണ്. ഭഗവത് സേവയ്ക്ക് അകത്ത് നടക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്തിരുന്ന് സാധിക്കുന്ന നാമം, എല്ലാ സഹസ്രനാമോ, ശ്യാമള താണ്ഡകോ, സൗന്ദര്യ ലഹരിയോ, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും അമ്മേ നാരായണ ഓട്ടോ, അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അമ്മയുടെ എന്ന ശ്ലോകം, കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംച കുലധർമ്മംച മാംച പാലയ പാലയ, ഏതെങ്കിലും ഒന്ന് ജപിക്കുമ്പോൾ ആ ജപത്തിന്റെ ശക്തി നിങ്ങൾ എത്ര എണ്ണൊന്നും വേണ്ട, 108 1008 മറ്റേ ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നാമം ജപിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. കയ്യിലൊരു സാധനം ചുറ്റി വെച്ചിട്ട് പിള്ളേരൊക്കെ ആൾക്കാരുണ്ട്. അത് ഞെക്കിയില്ലെങ്കിൽ അവർക്ക് നാമം ജപിക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എന്നോട്. അതില്ല, അതുകൊണ്ട് നാമം ജപിച്ചില്ല. കൗണ്ട് നോക്കണ്ട, കൗണ്ട് ആളുടെ കയ്യിലുണ്ട്, അമ്മയുടെ കയ്യിലുണ്ട്. നമ്മളെ എണ്ണാതിരിക്കുന്നുള്ളൂ, അമ്മ എണ്ണുന്നത് കൂട്ടിക്കൂടാ. അപ്പൊ സാധിക്കുന്ന അത്ര അമ്മയുടെ തിരുനാമങ്ങളെ കീർത്തിച്ച് ആ ദീപാരാധന സമയത്ത് അല്ലെങ്കിൽ ഭഗവത് സേവ കഴിഞ്ഞിട്ട് ആഹൂതി നടക്കുന്ന സമയത്ത് അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മ ഞാൻ ഇപ്പൊ ജപിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ചൈതന്യം മുഴുവൻ അമ്മയുടെ ചൈതന്യത്തിന് വേണ്ടി അമ്മയ്ക്കുള്ളൂ, അമ്മയുടെ ഐശ്വര്യത്തിന് വേണ്ടി, അമ്മയ്ക്ക് കൂടുതൽ കാലം ശക്തിയോടുകൂടി മണ്ണിലിരിക്കാൻ വേണ്ടി എന്റെ ഭാഗത്ത് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് സംഭവിക്കും. ഞാനിവിടെ നേരത്തെ ഇവിടെ കൈക്കരഞ്ഞു അങ്ങനെ എന്താണ് അതിന് പറയുക, ഈ അകത്തിറങ്ങിപ്പോയിട്ട് ഈ ഭൂഗർഭമായിട്ട് വെള്ളമെടുക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇവിടെ ശിവന്റെ അമ്പലത്തിൽ. ഇതേ സാധനമുള്ള ഒരു അമ്പലം എറണാകുളം ജില്ലയിലുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന്റെ പേര് പെരുന്തൃക്കോവിൽ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം എന്നാണ്. രാമപുരം രാമമംഗലം. ഞാൻ പോയിട്ടുള്ള അവിടെ ചെന്ന സമയത്ത് അത് നരസിംഹമൂർത്തി അമ്പലമാണ്. പക്ഷെ അവിടെ വളരെ രസകരമായിട്ട് നമ്മളുടെ സങ്കല്പ ശക്തിക്ക്, ഇന്ന് കുട്ടികൾ പറയുമല്ലോ മാനിഫെസ്റ്റേഷന്, നമ്മളുടെ ഇമാജിനേഷന്, ഇന്നിപ്പോ സീക്രട്ട് ഒക്കെ വായിച്ചിട്ട് പറയുന്നത് നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിരുന്നതാണ്. അതുപോലെ നമുക്കും ഭഗവതി
ഗണപതിയെ സങ്കല്പ ശക്തി കൊണ്ട് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഗുരുവായൂരപ്പൻ പണ്ട് മനസ്സിൽ 1000 വട്ടള ചതുശ്വതം നേദിച്ച ഒരാളുടെ കഥയുണ്ട്. അദ്ദേഹം നേർന്നൂത്രേ 1000 വട്ടള പായസം നേദിക്കാൻ ഭഗവാൻ പൈസ ഉണ്ടായിരുന്നില്ല. മനസ്സിന് സങ്കല്പിച്ചു 1000 വട്ട പായസം നേദിച്ചു എന്നാണ്. മനസ്സിന്റെ സങ്കല്പ ശക്തിയുടെ മനസ്സ് മനസ്സിലാക്കുക. ഇന്നിപ്പോ ഞാൻ രാത്രി നോക്കുമ്പോൾ 11 മണി 11 മിനിറ്റും 11 സെക്കൻഡ് കഴിഞ്ഞ് ആൾക്കാർ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ പ്രാർത്ഥിച്ചെല്ലാം നടക്കുന്നുണ്ട്. 11:11 മാനിഫെസ്റ്റേഷൻ. ആ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ സങ്കല്പിക്കാൻ പറഞ്ഞത്. അമ്മയോട് സങ്കല്പിക്കുക, എന്താ താല്പര്യമുള്ളത്. ഞാൻ ഈ രാമങ്കൽ അമ്പലത്തിലെ കഥ പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ചേരമാൻ പെരുമാളുടെ അമ്പലമായിരുന്നു. നിങ്ങൾക്ക് അത് പറയുമ്പോൾ പെട്ടെന്ന് കണക്ട് ആവാൻ തോന്നുന്നു എനിക്ക്. അതിനായിരിക്കാം ചിലപ്പോൾ ഞാൻ അവിടെ പോയതൊക്കെ. പെരുമാള് അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പോയ സമയത്ത് പെരുമാൾക്ക് തോന്നിയത്രേ, എന്റെ നാട്ടിലൊരു അമ്പലം വരുമല്ലേ, അതിന്റെ പ്രതിഷ്ഠയിൽ ഞാനും കൂടെ പങ്കാളിയാവണം. പക്ഷെ അദ്ദേഹം ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ബ്രാഹ്മണനല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് പ്രതിഷ്ഠയിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല, ശ്രീകോവിലത്ത് കയറാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം തന്നെ വിഷമം തന്ത്രി അറിയിച്ചു, എനിക്കും കൂടെ ഒന്ന് ടിപ്പാത്തായ കൊള്ളാം. അപ്പൊ തന്ത്രി പറഞ്ഞു, ഇതിനകത്ത് കയറിയിട്ട് ഇപ്പൊ എന്തായാലും സാധിക്കില്ല, ആകെ സാധിക്കുക ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഇതിനകത്തുള്ള ഈ ഓവിന്റെ ഉള്ളിൽ കൂടെ ഒരു ദർഭ അതിന്റെ ഉള്ളിലേക്ക് നീട്ടുക, ആ ദർഭയുടെ വരൊക്കെ തള്ളി പിടിച്ചോളൂ, മറ്റേ അറ്റം ഞാൻ വിഗ്രഹത്തിൽ ഇങ്ങനെ തൊടിയിപ്പിച്ച് വെക്കാം, അങ്ങ് ജപിക്കുന്നതിന്റെ ജപശക്തി വിഗ്രഹത്തിൽ കിട്ടിക്കോളാം. അദ്ദേഹം എന്തൊക്കെയാണോ ഒരു പ്രതിഷ്ഠയ്ക്ക് ചെയ്യേണ്ട നിയമങ്ങൾ, വ്രതങ്ങൾ, ഇതെല്ലാം നോക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് പൂർണ്ണ ശുദ്ധിയോടുകൂടി അത്രയധികം മനധൈര്യത്തോടു കൂടി അദ്ദേഹം ഈ പ്രതിഷ്ഠാ സമയത്ത് അവിടെ വരികയും ആ ഭഗവാന്റെ ആ ദർഭ ആ ഓയിലൂടെ ഇട്ടിട്ട് അതിന്റെ അറ്റത്ത് നിന്ന് ജപിക്കാൻ തുടങ്ങിയതാണ്. എവിടെയായാലും ചില നല്ല മനുഷ്യരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് തോന്നി ഇയാൾക്ക് അതിന്റെ കൂടെ കൂടണ്ട. അതിലൊരാൾ ആ ദർഭ വിഗ്രഹത്തിൽ തൊടാതെ വിഗ്രഹത്തിനെടുത്ത് മാറ്റി വെച്ചു, അത്ര ടച്ച് ചെയ്തില്ല, തൊട്ടില്ല. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്താണ് നമ്പൂതിരി അദ്ദേഹത്തോട് സ്നേഹമുള്ള ആരോ പറഞ്ഞത്, അങ്ങ് ജപിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, വിഗ്രഹത്തിന് ദർഭ തൊട്ടില്ല. അവൻ കരഞ്ഞു, ഇത്രയും ദിവസം ഞാൻ നോറ്റ നോമ്പ്, എന്റെ പരിശ്രമം ഒക്കെ വെറുതെ ആയല്ലോ, ഇനി മേലാൻ എന്നെ പറ്റിച്ച ഈ നാട്ടിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി. അദ്ദേഹം പോയി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ വിഷമം. കാരണം രാജാവ് ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് സമ്പത്ത് കിട്ടുള്ളൂ. അദ്ദേഹം പോയ വഴിയിൽ പുറകെ ഓടി, എങ്ങനെയെങ്കിലും അങ്ങ് തിരിച്ചു വരണം, ഞങ്ങൾ ചെയ്ത അപരാധത്തിന് ക്ഷമ ചോദിക്കുന്നത് പറഞ്ഞിട്ട് എല്ലാവരും മാപ്പ ചോദിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോ എന്നെ തേടി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അമ്പലത്തേക്ക് പൈസ ഉണ്ടാക്കാനല്ലേ. ഞാൻ ഇപ്പൊ നടന്ന് ഏത് ദൂരം വരെ വന്നു അത്രയും സ്ഥലം ക്ഷേത്രത്തിൽ ഞാൻ വിട്ടുതരിക്കുന്നു പറഞ്ഞത്. അദ്ദേഹം പിന്നെ അങ്ങോട്ട് വന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇന്നും ഒരു മനുഷ്യൻ ഭക്തിയോടുകൂടി ധർമ്മം അനുഷ്ഠിച്ച് സങ്കല്പിച്ചാൽ മാത്രം അവിടെ ചൈതന്യം ഉണ്ടാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ക്ഷേത്രം. ഇന്ന് അവിടെയുള്ള നരസിംഹമൂർത്തിക്ക് അതേ പ്രാധാന്യമുള്ള ഒരു ദേവത ആ ഓവില് ഭഗവാൻ സാന്നിധ്യം ഉണ്ടായിരുന്നാണ്. വെള്ളം ഒഴുകി പോകുന്ന ഓവില് മഹാദേവന്റെ ഒരു ഭൂതം അതിന്റെ മുകളിൽ വന്നിരുന്നു പ്രചരിച്ചതിന്റെ ശക്തിക്ക്. അതിനെ വിളിക്കുക അവിടെ ഉണ്ണിഭൂതം എന്നാണ്. നരസിംഹമൂർത്തിക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉണ്ണിഭൂതത്തിന് കൊടുക്കണം. നരസിംഹമൂർത്തിക്ക് ഉത്സവത്തിന് ആറാട്ടുണ്ടെങ്കിൽ ഉണ്ണിഭൂതത്തിന് ആറാട്ടുണ്ട്. ഉണ്ണിഭൂതത്തിനെ കൂടുതൽ പേരും പെരുമയൊക്കെ. എല്ലാവരും അവിടെ കാണാൻ വരുന്ന നരസിംഹമൂർത്തി അല്ല, ഉണ്ണിഭൂതത്തിനെ കാണാൻ. കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ, കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കുന്ന ഈ ഉത്സാഹത്തിന്റെ കുറവ്, ഇതിനൊക്കെ ഏറ്റവും വലിയ ആശ്രയസ്ഥാനമായിട്ട് ആ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. കുട്ടികളുടെ ഈശ്വരനെ വിളിക്കും ഉണ്ണിഭൂതത്തെ. അവിടെ വന്ന് നാളികേരം പൊട്ടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നാളികേരം വെറുക്കാൻ ഉണ്ണിഭൂതം ഇറങ്ങി വരുന്നവരെ കുട്ടികളുടെ കൂടെ. അവിടുത്തെ വിശ്വാസമാണ്. നോക്കൂ, ഞാനിത് പറയുന്നത് ഇപ്പൊ ഒരു കാശ് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാസ്തു വിദഗ്ധൻ ക്ഷേത്രത്തില് വേളാങ്കൽ അമ്പലത്തില് പെരുന്തൽക്കോവിൽ അമ്പലത്തില് കൊടിമരം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് കൊടിമരത്തിന്റെ കണക്കെടുത്തിട്ട് കൊടിമരത്തിന്റെ പണി തുടങ്ങിത്ര എത്രയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെയൊക്കെ നമുക്ക് 6 മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റി. ദേവപ്രശ്നം വെച്ച് നോക്കിയാൽ പറഞ്ഞത്ര ഉണ്ണിഭൂതിനും കൊടിമരം വേണം. ഒരു മനുഷ്യന്റെ സങ്കല്പത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഉണ്ണിഭൂതത്തിന് ഒരു കൊടിമരം വെക്കാൻ തന്നെ ഇവിടെ ഉള്ള പൈസ ഇല്ല, അപ്പോഴാണ് ഇവർ രണ്ടാമത്തെ കൊടിമരം. അപ്പോ വിധി പ്രകാരം കൊടിമരത്തിന്റെ കണക്കുള്ള ഒരു പാവ ഉണ്ടാക്കിയിട്ട് ഉണ്ണിഭൂതത്തിന് കൊടുക്കാം. യഥാർത്ഥ കൊടിമരം നരസിംഹമൂർത്തിക്ക് ഉണ്ടാക്കി. വാസ്തു ആചാരം കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പേര് പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പറയിട്ടില്ല. അദ്ദേഹം കൊടിമരത്തിന്റെ കണക്കൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഒരു കുട്ടി പുറകിൽ വന്ന് തോണ്ടിയിട്ട് പറഞ്ഞത്രേ, കളിപ്പാട്ട കയ്യിൽ വെച്ചോളൂ, എനിക്ക് ഒറിജിനലാണ്. ഇന്ന് 2 പ്രധാന കൊടിമരമുള്ള ക്ഷേത്രമായിട്ടത് മാറി.
എന്തുകൊണ്ട്? വെറും സങ്കല്പത്തിന്റെ ശക്തി കൊണ്ട്, മാനിഫെസ്റ്റേഷൻ ശക്തി കൊണ്ട്. നമ്മൾ സങ്കല്പിക്കുന്നതനുസരിച്ചിട്ടാണ് അമ്മ നമുക്ക് തിരിച്ചു വരുന്നത്. അമ്മയായിട്ട് കാണാം, അമ്മയായിട്ട് സങ്കല്പിച്ചാൽ അമ്മയുടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. ദേവിയായിട്ട് സങ്കല്പിക്കാം. അമ്മ കൂടുതൽ താല്പര്യപ്പെടുന്നത് അമ്മയായിട്ട് കാണാനാണ്. അതുകൊണ്ടാണ് എല്ലാ ശാസ്ത്രങ്ങളും നിങ്ങൾ എപ്പോഴും ചൊല്ലുന്ന ആദ്യത്തെ ഓം ശ്രീമാത്രേ നമഃ അമ്മയെന്ന് വിളിച്ചാൽ തുടങ്ങുന്നത് ചെയ്യുന്നത്. ഈ കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഭദ്രകാളിയാണ് കേരളത്തിന്റെ മുഴുവൻ അടിസ്ഥാന ദേവത. ഭദ്രകാളി എന്ന് പറയുന്ന ദേവത. അതും പടിഞ്ഞാട്ട് ഭാഗത്തേക്ക് ദർശനം വളരെയധികം തേജസ്സുള്ള ഏറ്റവും ഉഗ്രരൂപത്തിലിരിക്കുന്ന ഭഗവതി എന്നാണ് സങ്കല്പം. മഹാദേവനാണ്. ഇവര് തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ വിചാരിക്കണ പോലെ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നുള്ളത് കുറച്ച് പേർക്ക് നിങ്ങൾ അറിയേണ്ടി വരുന്നു. അച്ഛനും മക്കളുമായിട്ടാണ് സങ്കല്പം. ഭദ്രകാളി നിങ്ങൾ എവിടെ കേരളീയ സമ്പ്രദായത്തിൽ പറയുന്നുള്ളത് പാർവതിയല്ല. ഒക്കെ ആത്യന്തികമായിട്ട് അമ്മ തന്നെ. അതിൽ വ്യത്യാസമൊന്നുമില്ല, പരാശക്തിയാണ്. പക്ഷെ ഭദ്രകാളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് മഹാദേവന്റെ പുത്രീഭാവമാണ്. ശംഭു സോനു എന്നാണ് ധ്യാനത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ദാരികനെ വധിക്കാനുണ്ടായിട്ടുള്ള ഭദ്രകാളിയാണെങ്കിൽ 100% ആയിട്ട് അത് മഹാദേവന്റെ മകളാണ്. നിങ്ങളൊക്കെ ഇപ്പം നന്ദഗോവിന്ദൊക്കെ പാടി കേൾക്കുന്നത് ഹരനുടെ ജട ഒരു പിടി പാലിലടിച്ചൊരു നേരത്ത് അതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പലപ്പോഴും പറയാ ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്ന് ജനിച്ചു. വേറൊരു സമ്പ്രദായത്തിൽ പറയുന്നത് ഭഗവാന്റെ കണ്ഠത്തിൽ നിന്ന് ജനിച്ചു എന്നാണ്. പാലക്കാട് നിങ്ങൾ വരികയാണെങ്കിൽ എന്റെ നാടാണ്, വെള്ളൂരാട്. അവിടെ പണ്ട് മുത്തശ്ശിമാർക്കൊക്കെ പേരുണ്ടായിരുന്നു, കണ്ടേ കാളിന്ന്. പാടത്ത് പണിക്ക് പോകണ പഴയ അമ്മമാരുടെ പേരാ. കണ്ഠത്തിൽ നിന്നുണ്ടായിട്ടുള്ള കാളി എന്നാണ് പേര്. എത്ര മനോഹരമായ സങ്കല്പം. അതുകൊണ്ടാണ് അമ്മയുടെ നിറം മഹാദേവന്റെ കണ്ഠത്തിന്റെ നിറമാണ്. ഇതവിടെ മുരേന്ദ്രൻ എഴുതിയ പാട്ടിലും ആ ഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്, കാളിയുടെ നിറം എന്താണെന്നുള്ളത്. അപ്പൊ അത്രയധികം തേജസ്സോടുകൂടിയുള്ള അച്ഛനും മകളുമാണ് അവിടെ ഇരിക്കുന്നത്. പൊതുവിൽ പറയാനുണ്ട് ഞങ്ങളുടെയൊക്കെ ഭാഗത്ത്. എനിക്ക് അവിടെ വന്നപ്പോൾ നിങ്ങൾ വന്നപ്പോൾ സമയത്ത് അവിടെ ഭഗവത്സരയ്ക്കും ആ ഭാഗത്ത് അത്താർപൂജയ്ക്ക് ആശ്രയിക്കുന്നു. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ചിത്രം ഉണ്ടല്ലോ, 2 ചുമർ ചിത്രങ്ങളുണ്ട് അവിടെ. അതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഭഗവതിയുടെ വിഗ്രഹം വളരെ കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിനോട് വളരെയധികം സാമ്യമുള്ളൊരു ഫോട്ടോ ആണ് അവിടെ വായിച്ചിരിക്കുന്നത്. ഏതാണെന്നറിയോ? ആർക്കെങ്കിലും ഉറക്കെ പറഞ്ഞു. നമ്മൾ തമ്മിൽ അറിവിന്റെ യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ എന്നേക്കാൾ അറിവുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ അമ്മയാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ദേവീ സങ്കല്പമാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇടത് ഭാഗത്ത് കൊടുങ്ങല്ലൂരിൽ നിന്ന് പൂർണ്ണതോതിൽ പറയാൻ പറ്റില്ല, തിരുമാന്ധാം എന്നാണ്. 8 കൈകളിൽ 8 ദിവ്യായുധങ്ങളുമായിട്ട് നിൽക്കുന്ന തിരുമാന്ധാംകുന്നിലെ അമ്മയോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. തിരുമാന്ധാംകുലമ്മയുടെ സങ്കല്പം മഹാദേവന്റെ മോളാണ്. കഥയൊക്കെ ഉണ്ട്, ഞാൻ കുട്ടികളൊക്കെ കൊണ്ട് ചെറുതായിട്ട് മനസ്സിലാക്കി. ഈ പാർവതീ ദേവി വെച്ച് പൂജിച്ചിരുന്ന മഹാദേവന്റെ വിഗ്രഹം മാന്ധാതാവ് എന്ന് പറയുന്ന മഹർഷിക്ക് എടുത്ത് കൊടുക്കുന്നു മഹാദേവൻ. ദേവി കുളി കഴിഞ്ഞ് വന്ന സമയത്ത് പൂജാമുറിയിൽ തന്റെ വിഗ്രഹം കണ്ടില്ല. ഭർത്താവിനോട് ചോദിച്ചു, കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ എടുത്ത് കൊടുത്തു. ഞാൻ വിശദീകരിക്കുന്നില്ല, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടോ ഓടിപ്പോണത്. തിരുമാന്ധാകുലമ്മ എന്റെ പരദേവത, എനിക്ക് അമ്മയെ പൊട്ടിയാണ് പോയി കഴിഞ്ഞാൽ വലിയ അപരാധമാണ്. അപ്പൊ കൊടുത്തു എന്ന് പറഞ്ഞു. ദേവി വളരെ ദേഷ്യപ്പെട്ടു, എന്നോട് ചോദിക്കാതെ കൊടുത്തത് മോശമായിട്ട് പറഞ്ഞു, തിരിച്ചു വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തത് ഞാൻ തിരിച്ചു ചോദിക്കില്ല, വേണമെങ്കിൽ പോയി എടുത്തോളാം പറഞ്ഞു. ദേവി തന്റെ മകളായുള്ള ഭദ്രകാളി വിളിച്ചു എന്നാണ്. പോയി എടുത്തോണ്ടാൻ പറഞ്ഞു. മാന്ധാതാവിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, മര്യാദയ്ക്ക് ചോദിച്ചു, എന്റെ അച്ഛന്റെ ആ വിഗ്രഹം, എന്റെ അമ്മ പൂജിക്കുന്ന വിഗ്രഹം എനിക്ക് തിരിച്ചു തരണമെന്നാണ്. കൊടുത്തില്ല. ഞാൻ ജീവനോടെ സ്നേഹിക്കുന്ന വിഗ്രഹമാണ്, തരില്ല എന്ന് പറഞ്ഞു. ആദ്യം മര്യാദയ്ക്ക് ചോദിച്ചു, പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഭദ്രകാളിയുടെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ ദേവി ആക്രമിക്കാനായിട്ട് കുന്നിന്റെ മുകളിലേക്ക് ഓടിച്ചെന്നു. ദേവിയുടെ കയ്യിൽ ദിവ്യായുധങ്ങളുണ്ട്, ദേവിയുടെ കൂടെ സപ്തമാതൃക്കളുണ്ട്, ദേവിയുടെ കൂടെ ഭൂതഗണങ്ങളുണ്ട്. താവ മഹർഷിമാരുടെ കൂടെ ആയുണ്ടായിരുന്നില്ല, മാന്ധാതാവ് കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരറിയാൻ പറ്റിയ വടി മാത്രമേ ഉള്ളൂ തപസ് ചെയ്ത് ഉപയോഗിക്കണം. ലാലേട്ടന്റെ സംഗതി പറയുന്നല്ലോ, ഒരു ദിണ്ടിയുടെ ഓട്ടക്കീശയിലുണ്ട്. പക്ഷേ തപശക്തി കൊണ്ട്, അതാ വീണ്ടും ഞാൻ മാനിഫെസ്റ്റേഷനോട് പറയുന്നത്, അത് തിരുമാന്ധാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആട്ടക ഉണ്ടായിരുന്നു. പറയാം ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഈ നമ്മൾ ദേഹത്തൊക്കെ തേച്ച് കുടിക്കുന്ന സാധനമില്ലേ, ഉണങ്ങി കഴിഞ്ഞു ചിലപ്പോൾ ടീച്ചിങ് ആ പോർത്തങ്ങ എന്നൊക്കെ പറയും മണക്കാളൊക്കെ. അതെടുത്തിട്ട് സങ്കല്പിച്ചിട്ട് ആയുധമായിട്ട് തീരട്ടെ എന്ന് വരുത്തിയിട്ട് ദേവിയുടെ നേരെ എറിയുന്നതാണ് ആട്ടങ്ങ. ഇന്ന് തുലാമാസം 1-ാം തീയതി തിരുമാന്താവിന്റെ പ്രധാന വഴിപാടാണ് ആട്ടങ്ങ ഏറ്. ആട്ടങ്ങ കൊണ്ട് അങ്ങോട്ട് എറിയും. ദേവിക്ക് പോലും ദിവ്യാസ്ത്രങ്ങളായിട്ട് അനുഭവപ്പെട്ടു ആട്ടങ്ങ. നമുക്ക് മാനിഫെസ്റ്റേഷൻ പവർ നമ്മൾ സങ്കല്പിച്ചാൽ മതി. ദേവിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ദേവി തന്റെ ഉഗ്രമായിട്ട് രൂപത്തോടു കൂടി കയറി വന്നു, ശിവലിംഗത്തിൽ പിടിച്ചു വലിച്ചു വന്നു. മാന്ധാതാവ് ഞാൻ തരില്ലെന്നുകൊണ്ട് ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു വന്നു. ആ സമയത്ത് ശിവപാർവതിമാരും അമ്മയുടെ കൂടെ ഒരു ഉണ്ണി ഗണപതി ഒക്കത്തുണ്ടായിരുന്നതാണ്. അവിടെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, നിനക്കും ഇവിടെ രാവിലെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഭദ്രകാളി എന്നാണ് കഥ. ആ
സമയത്ത് മഹാദേവൻ ദേവിക്ക് കൊടുത്തൊരു വരണ്ട്. എനിക്കൊന്നും ഇവിടെയും എനിക്കറിയില്ല, മുന്നോട്ട് നിങ്ങളിവിടെ പറയാം. മഹാദേവൻ ദേവിക്ക് ഭദ്രകാളിയായിട്ടുള്ള തന്റെ മകൾക്ക് അനുഗ്രഹിച്ചു കൊടുത്തൊരു വരണ്ട്. എന്താണ്? ഞാനും നീയും ഒരുമിച്ചൊരു ദേശത്ത് എവിടെ ഇരിക്കുന്നു അവിടെ എന്നേക്കാൾ കീർത്തി നിനക്കുണ്ടാവുന്നു. മഹാദേവന്റെയും ഭദ്രകാളിയുടെ ക്ഷേത്രം നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും മഹാദേവനേക്കാൾ കൂടുതൽ പ്രശസ്തി ആർക്കുണ്ടാവും? ഭഗവതിക്ക് ഉണ്ടാവും. നിങ്ങൾ ഏത് ക്ഷേത്രം നോക്കുകയാണെങ്കിലും അവിടെ മഹാദേവൻ നോക്കും. ഞാൻ തന്നെ ഇവിടെ നമ്മൾ എത്രയൊക്കെ ക്ഷേത്രം എന്ന് പറയുകയാണെങ്കിലും നമുക്ക് ദ്രാവിഡമായിട്ടുള്ള ഒരു ആരാധനാ രീതി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ പാരമ്പര്യത്തിലും. കേരളം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് കിട്ടിയത്. കാരണം ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചത് മുഴുവൻ നാഗങ്ങളെ കുറിച്ചായിരുന്നു. ഇവിടെ അടുത്ത് പോർക്കളങ്ങാട് അമ്പലത്തിൽ അഷ്ടനാഗ ക്ഷേത്രം. ഇപ്പൊ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഭദ്രകാളിയെ കുറിച്ചാണ്. ഇത് രണ്ടുപേരോട് കേരളത്തിന്റെ അടിസ്ഥാന ദേവതകൾ. കേരളം ആരുടെ ഭൂമി എന്ന് വെച്ചാൽ ഒന്ന് നാഗഭൂമി, ഒന്ന് ദേവിയുടെ ഭൂമി, ശക്തയ ഭൂമി. അപ്പൊ ഭദ്രകാളി ക്ഷേത്രങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഇന്ന് വിളിക്കപ്പെടുന്ന അതിന്റെ ആദ്യകാലത്തെ പേര് ഇന്നും ഈ പോസ്റ്ററിൽ പോലും ഉണ്ട്. ക്ഷേത്രം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നതിന് മുമ്പിൽ കാവുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കാവ് ക്ഷേത്രമായിട്ട് മാറുന്ന കാലഘട്ടമാണ്. അതൊരിക്കലും മോശം കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നില്ല, നല്ലതാണ്. ഒരു ടെംപ്ലേറ്റ് എടുക്കും. ഇവിടെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭഗവതി വിളിക്കുന്നത് പോലും കാവിൽ അമ്മ എന്നാണ്. ഭദ്രകാളിയുടെ വിധാനങ്ങൾ പ്രധാനമായിട്ടുള്ളതിൽ 3. ഒന്ന്, മഹിഷാസുരനെ കൊന്ന ഭാവം, മഹിഷാസുര ചിത്ത് എന്ന് വിളിക്കും. 2, ദക്ഷനെ കൊന്ന ഭാവം. നിങ്ങൾക്കറിയാം, ഭഗവതി പണ്ട് അപ്പൊ കൊട്ടിയൂരൊക്കെ കഴിഞ്ഞ സമയമാണ്. ദക്ഷന്റെ യാഗ സമയത്ത് ദക്ഷന്റെ യാഗം നശിപ്പിക്കാനായിട്ട് ഭഗവാൻ തന്റെ ജടയിൽ നിന്നും ഭദ്രകാളിയെ വീരഭദ്രനെ ജനിപ്പിച്ചെന്ന് കഥയുണ്ട്. അതാണ് 2ാമത്തെ സങ്കല്പം. 3 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കഥ. ഏത്? ദാരികനെ വധിക്കാനായിട്ട് ജനിച്ച ഭഗവതി, ദാരിക ചിത്ത്. ഇവിടെയൊക്കെ ആ ഭാവത്തിൽ അമ്മ ആരാധിക്കുന്നത്. ഈ ദാരിക ചിത്തിൽ തന്നെ വേറെ ഒന്നുകൂടിയുണ്ട്. രുരു എന്ന് വിളിക്കപ്പെടുന്ന, രുരു ചിത്ത് എന്ന് വിളിക്കപ്പെടുന്ന, രുരു എന്ന് പറയുന്ന ഒരു അസുരനെ കൊന്ന ഭാവം. ഇന്ന് നമ്മൾ ദാരികാവധം കഥ പറയുന്ന പല ക്ഷേത്രങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ പൂജ നടക്കുന്നത് രുരു എന്ന് പറയുന്ന അസുരനെ വധിച്ച ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ അടിസ്ഥാനമാണ് ഭദ്രകാളി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതിരിക്കരുത്, കേരളത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഭഗവതി കാവുകളായിരുന്നു. നമുക്കൊന്ന് ഇവിടെ അമ്മയുടെ കാശ് നടക്കുന്നതുകൊണ്ട് അമ്മയുടെ രൂപം ഭദ്രകാളി ആയതുകൊണ്ടും ആ 13 കാവുകളെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന കാവുകളാണ്. നമ്മൾ ഇന്ന് തൃശ്ശൂർ ആയതുകൊണ്ട് ഈ 13 കാവുകളിൽ ഒരു ക്ഷേത്രം മാത്രമാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഏതാ? കോട്ടെ. നമുക്ക് മോളിൽ നിന്ന് ആദ്യം തരാം. തൃശ്ശൂരിൽ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. കാസർഗോഡ്. ആരോ പറയുന്നുണ്ട്, അത് ശരിയായിട്ട് ഉത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആരോ പറഞ്ഞു. എന്തായാലും നന്നായി, താങ്ക് യു. കാസർഗോഡ് നീലേശ്വരത്ത് മന്നംപുറത്ത് കാവ് ഭഗവതി ക്ഷേത്രം. കണ്ണൂർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അമ്പലമാണ്. ഇന്നിപ്പോ എല്ലാവരും കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ പോലും ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് പോയി നമസ്കരിക്കുന്ന സ്ഥലം. പല ആൾക്കാർക്കൊന്നും അങ്ങനെ പറഞ്ഞറിയില്ല. ചിക്കൻ പ്രസാദമായിട്ട് കിട്ടുന്ന അവിടെ പോകുന്നത് അറിയാം. മാടായിക്കാവ് കണ്ണൂർ ജില്ലയിൽ. കാലുവാതുക്കൽ ഭഗവതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ. മാമാലിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ. തിരുവഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രം കൂത്തുപറമ്പ് കണ്ണൂർ ജില്ലയിൽ. കളിയാപ്പള്ളിക്കാവ് വടകര കോഴിക്കോട്. കൊല്ലം എന്ന് വിളിക്കുന്നത് കൊല്ലം ജില്ലയല്ല, കോഴിക്കോട് ഒരു കൊല്ലമുണ്ട്, അവിടെ ഒരു പിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രം. പ്രസിദ്ധമായിട്ടുള്ള സാമൂതിരിയുടെ തറവാട്ടമ്പലായിട്ടുള്ള വടയനാട് കാവ് ഭഗവതി ക്ഷേത്രം. ഇതൊക്കെ കോഴിക്കോടാണ്. മലപ്പുറത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഞാൻ നേരത്തെ കോട്ട് ചെയ്തു, സാക്ഷാൽ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. പാലക്കാട്, അത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ അടുത്താണ്. എനിക്കൊന്ന് തിരുമാന്താംകുന്ന് വരുന്നതിനേക്കാൾ കുറച്ചുകൂടെ അടുത്തുള്ള 13 കാവുകളിൽപ്പെട്ട ഒരു അമ്പലം ഇവിടെ അടുത്തുണ്ട്. പാലക്കാട് പട്ടാമ്പി അടുത്ത് കൊടിക്കുന്നത്ത് കാവ് ഭഗവതി ക്ഷേത്രം 13 കാവുകളിൽപ്പെട്ടതാണ്. തൃശ്ശൂരായി സാക്ഷാൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. 13 കാവുകളിൽ വരുന്ന ഈ 13 കാവുകളുടെയും അടിസ്ഥാനമായിട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കഴിഞ്ഞില്ല, പത്തനംതിട്ടയിൽ പനയനാർക്കാവ് ഭഗവതി ക്ഷേത്രം. 6:30 അമ്പലം അടയ്ക്കണ സ്ഥലമാണ്. ഞാനവിടെ പ്രഭാഷണം പോയി പറഞ്ഞു, ഞാൻ പ്രഭാഷണം കഴിഞ്ഞിട്ട് വന്നിട്ട് തൊള്ളാം. ഈ ദീപാരാധന കഴിഞ്ഞ അമ്പലം അടയ്ക്കുക, അത്രയ്ക്ക് രൗദ്രതയാണ്. ഈ കള്ളിയങ്കാട്ട് നീലിക്ക് അഭയം കൊടുത്ത ക്ഷേത്രമാണ് പത്തനായിരം സമയം. അമ്മയെ വിളിച്ചപ്പോൾ യക്ഷിക്ക് പോലെ അഭയം കൊടുത്തു. ഏറ്റവും അവസാനമായിട്ട് പത്തനംതിട്ട തിരുവല്ല തന്നെയുള്ള മുത്തൂർ കാവ് ഭഗവതി ക്ഷേത്രം. ഇങ്ങനെ 13 കാവുകളുണ്ട് കേരളത്തിൽ. ആ കാവിലിരിക്കുന്ന ഭദ്രകാളിയാണ്. ആ ഭദ്രകാളിയാണ് കേരളത്തിന്റെ അടിസ്ഥാന ദേവത. ആ അടിസ്ഥാന ദേവതയെ ഇവിടെ നമ്മൾ ആരാധിക്കുന്നു, അമ്മയായിട്ട്. നമ്മുടെയൊക്കെ അമ്മ. ബാക്കിയുള്ളവരൊക്കെ പിന്നീട് വന്നതാണ്, ഇൻക്ലൂഡിംഗ് ഗുരുവായൂരപ്പൻ. സ്വന്തം സ്ഥലം ഭഗവാൻ വിട്ടുകൊടുത്ത് മഹാദേവൻ മമ്മിയൂർക്ക് മാറിയിരുന്നു.
എനിക്ക് എന്റെ സ്ഥലത്തുനിന്ന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഭഗവാന്റെ ഇടതുഭാഗത്ത് ചെന്നിരുന്നോളാന്ന് പറഞ്ഞു. ഇടതുഭാഗത്തുള്ള പ്ലാവിന്റെ ചുവട്ടിൽ പോയിരുന്നു. ഇടത്തരികത്ത് കാവ് ഭഗവതിയായിട്ട് തോന്നി ഇല്ല. അവിടെയും കാവ് എന്നുള്ള സങ്കല്പമുണ്ട്. കാവലായി നിൽക്കുന്നതാണ് കാവ് എന്നാണ് ഒരു മനോഹരമായിട്ട് ഇന്റർപ്രഷൻ കേട്ടത്. പക്ഷെ നമുക്കൊക്കെ രക്ഷ തരുന്ന സ്ഥലം, നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലം, പ്രകൃതിയോട് ഇണങ്ങി ആരാധനാ കേന്ദ്രം എന്നതിന് വേറെ ഭാഗമുണ്ട്, അതിന് അർത്ഥമുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ അതിന്റെ ഫിലോസഫിക്കൽ അർത്ഥം തോന്നിയത് കാവലായിട്ട് നമുക്ക് എപ്പോഴും വർത്തിക്കുന്ന സ്ഥലമാണ് അത്ര കാവ്. ഒരു നാടിന്റെ കാവ് എന്ന് പറഞ്ഞാൽ ആ നാടിന് മുഴുവൻ കാവലാണ്. ഈ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവാണ്. ആ അമ്മയുടെ കാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റ് ചെയ്യാൻ അമ്മ ഏറ്റവും കൂടുതൽ ചൈതന്യത്തോടു കൂടി ഇനി എത്ര കാലം നമുക്കറിയില്ല, അടുത്തൊരു കലശം എപ്പോഴാണ് നടക്കാൻ പോണേ നമ്മൾ. അത്രയും സമയം അമ്മയുടെ പൂർണ്ണ തോതിലുള്ള തേജസ് ഇവിടെ ഉണ്ടാവണേ. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പൊ ഈ ചെയ്യുന്ന ഡെപ്പോസിറ്റ് ആണ്. അതാണ് കലശത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം. ഇത് തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിറ്റ് ആണ് കലശം. ഇനി അടുത്ത കലശം വരെ ഈ കൊടുക്കുന്ന ചൈതന്യം വെച്ചാണ് ഭഗവതി ഈ ഭൂമിയിൽ ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു കലശത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് നമ്മുടെ ഭാഗ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സാധിക്കില്ല എല്ലാ ദിവസവും എപ്പോഴും ഇവിടെ സാന്നിധ്യം കൊണ്ടെങ്കിലും അമ്മയുടെ കലശത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഞാൻ അടുത്തൊരു കലശ സമയത്ത് നമുക്ക് നാളെ കുറിച്ച് തന്നെ ഉറപ്പില്ല, നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്. എന്നിട്ടാണ് ഞാൻ 12 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കലശത്തിന് കാണാൻ തുടങ്ങുന്നത്. അപ്പൊ സാധിക്കുന്ന ഈ ഒരു വീട് കിട്ടിയിട്ടുള്ള അവസരത്തെ പരമാവധി ഉപയോഗിക്കുക. എന്നും വന്ന് അമ്മയെ നമസ്കരിക്കുക, സാധിക്കുന്ന നാമം ചൊല്ലിയാൽ മതി. ആ അമ്മയാണ്. ഞാനൊരു കാര്യം പറയാം, ഞാനിത് എല്ലാവർക്കും പറയാനുള്ളതാണ്. എനിക്ക് പല ശത്രുക്കളെ ഉണ്ടാക്കി തന്ന എന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഏതൊരു മഹാക്ഷേത്രത്തെക്കാൾ കൂടുതൽ അവനവന്റെ ദേശക്ഷേത്രത്തെ സ്നേഹിക്കുക. ഇവിടെ ഉപാധികളില്ല, ഇവിടെ നിയന്ത്രണങ്ങളില്ല. ഇവിടെ നിങ്ങളുടെ അമ്മയും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ശാശ്വതമായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ആരും പിടിച്ചു മാറ്റാനും പറ്റില്ല. ഇവിടെ ആരും നിങ്ങളുടെ അമ്മയെ കണ്ടത് മതി എന്നും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നേരം സംസാരിക്കാം. അതും ഔപചാരികതകളില്ലാതെ സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെയാണ്. ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന്. എനിക്ക് എൻ്റെ അമ്മയുടെ വീട് ഒറ്റപ്പാലത്താണ്, ചെത്രശ്ശേരിയൊക്കെ അടുത്ത്. അപ്പൊ ഈ വേനൽക്കാലം അവധിക്ക് അമ്മയുടെ വീട്ടിൽ പോകും. അപ്പോഴൊക്കെയാണ് പണ്ട് പോകുള്ളൂ. ടി കെ ബ്രദേഴ്സ് ഒരു ബസ് ഉണ്ടായിരുന്നു മണ്ണാർക്കാട്, അതിലാണ് പോവുക ഞങ്ങള്. അങ്ങോട്ട് പോണതിന് മുമ്പ് മണ്ണാർക്കാട് ഒരു പുഷ്പ ബേക്കറി എന്നൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ പോയിട്ട് നമ്മൾ ബേക്കറി പർച്ചേസ് ചെയ്യും. കാരണം ഇതിനു മുമ്പ് കൈ വീശി പോകാൻ പാടില്ല, എന്തെങ്കിലും കൊണ്ടുപോകണം. എന്താ നമ്മൾ വാങ്ങുക? അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണോ കഴിക്കാൻ താല്പര്യം അത് നമ്മൾ വാങ്ങുന്നു. എനിക്കിഷ്ടം വെജിറ്റബിൾ ബോക്സ് ആണെങ്കിൽ ഞാൻ പറയാം കാരണം അവിടെ പോയിട്ട് കഴിക്കുന്നതാണ് നമ്മളാണ്. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് അവിടെ ചെല്ലുമ്പോ അമ്മയുടെ ആങ്ങയുടെ അമ്മായി ഭാര്യ പണ്ടെങ്ങോ വറുത്തൊരു ചക്ക വറുത്തത് കഴിച്ചോളൂ. നമ്മളെപ്പോ വെജിറ്റബിൾ ബോക്സ് കിട്ടുന്ന കരുതിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് കിട്ടും, നാളെ കിട്ടും. അമ്മയാണെങ്കിൽ അപ്പളെ കൊണ്ടേ കൂട്ടിച്ചിട്ടുണ്ട്. ഇപ്പം പോയിട്ടല്ലാതെ ചക്ക വറുത്ത് കഴിച്ചോളുക. അതാണ് ഈ ബൂമർ ചുരുങ്കം പോലെ ആയിട്ട് ഉണ്ടാവുന്നത്. പണ്ടേതോ പ്രാചീന കാലത്ത് വറുത്തതാ. അപ്പൊ തൊട്ട് നമ്മൾ ഈ നോക്കത്താ ദൂരത്ത് കണ്ണു നെട്ടെന്ന് പറഞ്ഞത് ഇന്ന് വരും. ക്ഷമ നശിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ പോകും. അടുക്കളയിൽ പോയി നമ്മൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും നേരം നേറ്റിക്കൊണ്ടുവന്ന സാധനങ്ങൾ അമ്മായി ചില്ലു പറഞ്ഞിട്ട് അടച്ചു ചെയ്തു ഉള്ളിൽ. അപ്പൊ അമ്മ അവിടെ നിന്നിട്ട് അമ്മായിയോട് ഞാൻ വർത്തമാനം പറയുമ്പോൾ നമ്മൾ അമ്മയെ വിട്ടു. അപ്പൊ തന്നെ അമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നുള്ളിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, മറ്റൊരാളുടെ വീടാണ്, നാണം കെടുത്തരുത്. നീ കാണാത്തതാണോ ഇതൊക്കെ എന്ന് ചോദിക്കാൻ. ഇവിടെയും മനുഷ്യന് സമാധാനം തരില്ല. ഇവിടെ മനുഷ്യന് നാണം കെടുത്താൻ വേണ്ടി. കാരണം ഭക്ഷണം കാണാത്ത കുട്ടി എന്നുള്ള ഇമേജ് വരുമെന്നുള്ളതാണ്. അവിടെ നിന്ന് കലങ്ങിയ കണ്ണുമായിട്ട് വീണ്ടും പോയിരിക്കും. ഇത് കിട്ടിയാൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ ചോദിക്കാൻ കഴിക്കാം. പക്ഷെ ഇതേ ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഉമ്മറത്ത് എന്റെ ചാരുകസേന ഇരുന്ന് എന്റെ അമ്മയോട് അമ്മയെ പപ്സ് എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു കൊണ്ടു പപ്സ് കഴിച്ചോളൂ. അതെവിടെ മാത്രമേ നടക്കുള്ളൂ? സ്വന്തം വീട്ടിൽ നടക്കുള്ളൂ. ഒരു തരത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഔട്ട്ലൈനും ഇല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഒരു നാരായണ നമോസ്തേ അമ്മയെ ജോലി തരണേ. അതിന്റെ ആവശ്യമില്ല. അമ്മയെ ജോലി തരണേ, മോർ ദാൻ ഇനഫ്. കാരണം നിങ്ങളുടെ അമ്മയാണ്. ഇവിടെ അമ്മയും മക്കളും തമ്മിലുള്ള കരാറുകളില്ല. അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ അമ്മയെ നന്നായി നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കലശം ഗംഭീരമായിട്ട് നടത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ക്ഷേത്രം ഇനിയും മുകളിലേക്ക് കൊണ്ടുവരേണ്ടത്
നമ്മുടെ ഉത്തരവാദിത്തമാണ്. അമ്മയ്ക്ക് ആകെ ഉത്തരവാദിത്തമുള്ള എന്ത്? മക്കളെ നോക്കുക. അമ്മ ചെയ്യും. നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ കൂടി നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കലശ സമയത്ത് നമ്മളുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു സമർപ്പണം ഉണ്ടാവണമെന്ന്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പോലും ചിലപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യ ലോകത്തിന് നമ്മൾ കാരണമായിട്ടുണ്ടായേക്കാം. അറിഞ്ഞോ അറിയാതെയോ. ഞാൻ എല്ലാ കാലത്തും കുളിക്കാണ്ടെങ്കിലും വന്നിട്ടില്ല നോട്ടെ. ഇവിടെ നോട്ടീസ് ഉണ്ടായില്ല എന്തായാലും നടത്തുന്ന ശാന്തി ഹോമങ്ങൾ പതിവുണ്ട് കലശ സമയത്ത്. നോക്കി നമുക്ക് കാണാം. ഉദാഹരണത്തിന് നമുക്ക് 2 ശാന്തി എടുക്കാം. ഒന്ന് ശ്വാന ശാന്തി എന്നൊരു ഹോമം നടക്കും. 2 ചോര ശാന്തി എന്നൊരു ഹോമം നടക്കും. കേട്ടോ കലശത്തിന്റെ നോട്ടീസിലൊക്കെ ഉണ്ടാവും. ബിംബശുദ്ധി കഴിഞ്ഞിട്ട് ഈ ശാന്തി ഹോമങ്ങൾ നടക്കുന്ന സമയത്ത് പറയും. ഈ 2 എണ്ണം. ഞാൻ ഇതിന്റെ മറ്റൊരു വശം പറയാനുള്ളൂ. ഒന്ന് ശ്വാനശാന്തി, അല്ലെങ്കിൽ അതിന്റെ നാടൻ പ്രയോഗം നായശാന്തി എന്നാണ്. ഹോമമാണ്. ചോദിച്ചാൽ 12 ദിവസം നായ കയറിയിട്ടുള്ള, നായ ഉൾപ്പെടെയുള്ള നാൽക്കാലികളുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ അമ്പലത്തിൽ കയറി ഉണ്ടാവുന്ന അശുദ്ധിയെ മാറ്റാനാണ് ആ ഹോമം നടത്തുന്നത്. ചോരശാന്തി നടത്തുന്നതിനാ കള്ളൻ തസ്കരന്മാർ കൊണ്ട് ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള അശുദ്ധിയെ മാറ്റാനാണ് അത് നടത്തുന്നത്. ഇതിന്റെ മറ്റൊരു വശം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ക്ഷേത്രം ഒരു നിയമാനുസൃതം വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. നമ്മുടെ വീടല്ല ക്ഷേത്രം, ഇത് അമ്മയുടെ വീടാണ്. അമ്മയുടെ വീട്ടിലെ നിയമങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ആരാ? അമ്മയാണ്. അവിടെ വരുന്ന ഓരോരുത്തരും ആ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ്. ക്ഷേത്രം ഇന്ന് നമ്മൾ നടത്തുന്നപ്പോൾ ഈ കലശമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടപ്പോൾ തന്ത്രസംശയമായാലും ശേഷ സംശയമാണെങ്കിലും അതിൽ വിധിയുണ്ട്. ഓരോന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ പറയും നായ കയറിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട അശുദ്ധി എന്ന് പറയുന്നത് ഈ നേദ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അത് സ്വീകരിക്കും. എങ്ങനെ? ഗന്ധത്തിലൂടെ അല്ലെ? ഇപ്പൊ പാൽപ്പായസം ഉണ്ടാക്കുന്ന സമയത്ത് നായ കയറി കഴിഞ്ഞാൽ പായസത്തിന് നമ്മളോട് എന്തിനാ നേദ്യം എഴുന്നള്ളിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് നിൽക്കാൻ പറയുന്നത്? അതിന്റെ ഗന്ധം പോലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അശുദ്ധിയായി എന്നാണ് അർത്ഥം. അത് അടച്ച് ശംഖ് വിളിച്ച് നേദ്യം എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നള്ളിക്കുക. രസാംശ ഭാവത്തിലാണ്, അതിന്റെ സൂക്ഷ്മാംശ ഭാവത്തിലാണ് ദേവൻ എന്ത് സ്വീകരിക്കുന്നത്? നിവേദ്യം സ്വീകരിക്കുന്നത്. കുട്ടികൾ നിങ്ങളോട് ചോദിക്കും 10 ഉണ്ണിയപ്പായിട്ട് തിരുമേനിയകത്തേക്ക് പോയി 10 ഉണ്ണിയപ്പായിട്ട് തിരുമേനി പുറത്തേക്ക് ഇറങ്ങുന്നത് ഭഗവതി ഒന്നും കഴിച്ചില്ലയോ? അത് ഏത് അംശത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് കുട്ടികളല്ല. അപ്പൊ അതുകൊണ്ട് ആ അംശത്തിൽ ഗന്ധം പോലും ഒരു പരിധി വരെ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് എച്ചിലാണ്, ഞെരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് നമ്മളൊരു തുളസിപ്പൂ അല്ലെങ്കിൽ ഒരു റോസാപ്പൂ വറുത്തിട്ട് ഇത് വഹിച്ചിട്ട് തൃപ്പടിക്കൊണ്ട് വയ്ക്കാത്തത്? അത് സ്വീകരിക്കപ്പെട്ടു, പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. നന്നായിട്ട് വിശക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിൽക്കുന്ന നമുക്കും പാൽപ്പായസത്തിന്റെ മണം സ്വീകരിക്കാനും ഇത് കിട്ടിയാൽ ഇത്തിരി താല്പര്യം ഉണ്ടായിരുന്നെന്നും തോന്നിപ്പോവാം. നന്നായിട്ട് വിശന്നിരിക്കുകയാണ്, അമ്പലത്തിന്റെ കൂടെ പോകുമ്പോൾ ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞു. അത് ക്ഷേത്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അറിയാൻ പറഞ്ഞത്. അത് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമ്മൾ സ്വീകരിച്ചു പോകും. അതിനകത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? മൂക്കടച്ച് വെക്കാൻ പറ്റുള്ളൂ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേദിക്കേണ്ട വസ്തുവിന്റെ ഗന്ധം ആര് സ്വീകരിച്ചിട്ടുണ്ട്? നമ്മൾ സ്വീകരിച്ചു. അപ്പൊ നമ്മൾ കാരണം ക്ഷേത്രത്തിന്റെ നിയമം അനുസരിച്ച് ചൈതന്യ ലോപം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമ്മളാണ് അതിന് പരിഹാരം ചെയ്യേണ്ടത്. എങ്ങനെ? അതിനാണ് കലശം. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വേറൊരു ചാൻസ് ആണ്. നമ്മൾ കാരണം പോലും ഭഗവതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് തന്നെ പരിഹാരം ചെയ്യാൻ പറ്റും. നമ്മൾ ഭഗവതിയുടെ ഒരു 10% ചൈതന്യ ലോപത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഒരു 100-200% അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് കലശം. ചോരശാന്തി ഞാൻ ഗുരുവായൂർ പറയാറുണ്ട്. ചോരശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാന്തി ഹോമമായിട്ട് പൊതുവിൽ പറയാറുണ്ട്. പക്ഷെ ഭഗവാന്റെ സ്വത്ത് ആഗ്രഹിക്കുന്നതാണ് കള്ളം. ചില ആൾക്കാരൊക്കെ ഗുരുവായൂരം തോന്നുന്നത് എന്ത് നല്ല നെക്ലസ് കഴിഞ്ഞു. കാരണം ആ നെക്ലസിൽ ആഗ്രഹം ഉണ്ടായി. എനിക്കും ഇതേപോലെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള അർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ ദേവന്റെ സ്വത്തിൽ ആഗ്രഹം ഉണ്ടായി എന്നുള്ള അർത്ഥം. നമ്മൾ കാണാൻ നമ്മളെന്താ വ്യത്യാസം? അപ്പൊ നമ്മളിലും ചോരശാന്തിക്കും നമ്മളിലും ശ്വാനശാന്തിക്കും ഉള്ള ലൂപ്പ് ഹോൾസ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗികമായിട്ടുണ്ട് എന്ന് പറയാം. ഇതൊക്കെ സാധാരണക്കാരായതുകൊണ്ട് ചെയ്തു പോകും, അതിൽ അപരാധം പറയാൻ പറ്റില്ല. പക്ഷെ അത് ക്ഷേത്രത്തിന്റെ ടെംപ്ലേറ്റിന് നിരക്കാത്തതാണ്. അപ്പൊ എന്തേ നിവൃത്തിയുള്ളൂ? ക്ഷേത്രത്തിന്റെ ടെംപ്ലേറ്റ് അനുസരിച്ച് വർക്ക് ചെയ്ത് നമ്മൾ കാരണം നഷ്ടപ്പെട്ട ചൈതന്യം ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. 10 എടുത്തെങ്കിൽ 100 തിരിച്ചു കൊടുക്കുക.
അതിന് പറ്റിയ സമയമാണ് കലശം. നമ്മളുടെ സാന്നിധ്യമാണ് അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ കൂടുതൽ ഞാൻ ഇവിടെ കാണുന്നത് കൂടുതലും സ്ത്രീകളെയാണ്. അമ്മമാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മക്കളെ ഒരുമിച്ച് കാണുമ്പോഴാണ്. മക്കൾ എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് അമ്മയ്ക്ക് രണ്ടാമത്തെ വിഷയം മാത്രമാണ്. എന്റെ അച്ഛനമ്മ ജീവിച്ചിരുന്ന കാലത്ത് മണി വന്നോ എന്ന് ചോദിച്ചിട്ടുള്ളൂ, മണി എന്ത് കൊണ്ടെന്നോ ചോദിച്ചിട്ടില്ല. കാരണം മണിയെ കണ്ടാൽ അമ്മ ഹാപ്പിയാണ്. ആ സാന്നിധ്യം അമ്മയ്ക്ക് കൊടുക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ സാന്നിധ്യം ഈ കലശ സമയത്ത് പരമാവധി ഈ ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്നത് കുട്ടികൾ. കാരണം നാളത്തെ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, നാളത്തെ ഈ ക്ഷേത്രത്തെ കൊണ്ടു നടക്കേണ്ടവർ അവരാണ്. അവർ മനസ്സിലാക്കണം എന്താണ് കലശം, എന്താണ് ചൈതന്യം എന്നൊക്കെ. നിങ്ങൾ ഒരു സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന ലോജിക്ക് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ് ക്ഷേത്രത്തിലുള്ളത്. അല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ ഒരു വിഗ്രഹ രൂപത്തിൽ സങ്കല്പിച്ചിട്ടുള്ള ചൈതന്യമാണ് ക്ഷേത്രത്തിലുള്ളത്. രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് എല്ലാ കാലത്തും നിലനിൽക്കും, മറ്റേതൊരു ബാറ്ററി എങ്ങനെയാണോ ഫുൾ ചാർജ് ആക്കി വെച്ചത് കാലക്രമേണ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ കുറഞ്ഞു വരും. അപ്പൊ അത് ഫുൾ ചാർജ് ചെയ്യാതെ നിവൃത്തിയുള്ളൂ. ആ ഫുൾ ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് കലശം. സിമ്പിളായിട്ട് പറയുന്നത്, അതിന്റെ ഏറ്റവും ഫുൾ ചാർജ് ആവണ ഈ 99% കഴിഞ്ഞിട്ട് 100% ആവണ സമയമാണ് ബ്രഹ്മകലശാഭിഷേകം. ദേവി പൂർണ്ണമായിട്ടും ഒരു പുതിയ ശരീരത്തിൽ, ഒരു പുതിയ തേജസ്സുള്ള ഭാവത്തിൽ അമ്മ നമുക്ക് മുമ്പിൽ വീണ്ടും വരാൻ പോകും. നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏത് സമർപ്പണങ്ങളും ഈ സമയത്ത് കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. അത് ഏത് ഭാവത്തിൽ കൊടുക്കുക? എന്റെ അമ്മയ്ക്ക് എന്റെ സമർപ്പണം എന്നുള്ള ഭാവത്തിലാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അമ്മയും മക്കളും തമ്മിൽ കച്ചവടത്തിന് സ്ഥാനമില്ല. ഞാൻ ചെമ്പരത്തിമാല തന്നാൽ എന്റെ കല്യാണം നടക്കണം, അത് അമ്മയോട് പറയുന്ന ഡയലോഗല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചോറ് വിളമ്പി തരുമ്പോ അടുത്ത ദിവസം സ്വത്തെടുത്ത് ഇറങ്ങിട്ടോ നിങ്ങൾ വിളമ്പി കഴിഞ്ഞാൽ ആര് കഴിക്കും? സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുക സ്നേഹത്തോടു കൂടിയിട്ടുള്ള സമർപ്പണങ്ങൾ അത് ആദ്യം ചെയ്യേണ്ടത് അവനവന്റെ ദേശക്ഷേത്രത്തിലാണെന്നാണ് എന്റെ അഭിപ്രായം. അത് നമ്മുടെ ഈശ്വരന്മാരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗുരുവായൂർ അടുത്താണ്. ഗുരുവായൂരാണ് ഇങ്ങോട്ട് വരികയും ചെയ്ത് തിരിച്ചു പോകേണ്ടത് എനിക്ക് ഗുരുവായൂർ തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഗുരുവായൂരപ്പൻ പോലും സ്വന്തം ദേശത്തെ ക്ഷേത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഈശ്വരൻ ലോകത്തുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പനാണ്. എന്നെ കാണാൻ വരുന്നവർ എന്നെ മാത്രം കണ്ടാൽ പോരാ, എന്റെ നാട്ടിലെ അമ്പലത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ വന്നത് പൂർണ്ണമാവും പറഞ്ഞാണ് ഗുരുവായൂരപ്പൻ. ഒപ്പം സ്വന്തം ഭഗവാനെ കാണാൻ വന്നോളൂ, ഒപ്പം ആരെ കൂടി കാണണം, എന്റെ നാട്ടിലെ അമ്പലം കാണണം. അതേതാണ് മഹാദേവന്റെ അമ്പലം മമ്മിയൂര്. നമ്മൾ മറ്റേ ഭഗവതിനോട് നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് പോയി സങ്കല്പിക്കുന്നത് വേറെ. പക്ഷെ സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തെ പരിഗണിക്കാൻ പറഞ്ഞു ഭഗവാൻ. നമ്മളതല്ലേ ചെയ്യേണ്ടത്? എനിക്ക് തോന്നിയ ഒരു ചിന്തയാണ്, തെറ്റിടങ്ങൾക്ക് തിരുത്താം. സാധാരണ ഏത് ക്ഷേത്രത്തിലും ഉത്സവം ഒന്നേ പറയുള്ളൂ. ഒരു താലപ്പൊലി ഉണ്ടെങ്കിൽ ഒരു താലപ്പൊലി, ഒരു വേല ഉണ്ടെങ്കിൽ ഒരു വേല, ഒരു പൂരം ഉണ്ടെങ്കിൽ ഒരു പൂരം, അതേ പറയുള്ളൂ. ഗുരുവായൂർ 2 താലപ്പൊലിയുടെ സ്ഥലം. ഭഗവതിയുടെ കളമെഴുത്ത് പാട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു പിള്ളേരുടെ താലപ്പൊലിയും, 2 അത് കഴിയുന്ന സമയത്ത് ദേവസ്വം താലപ്പൊലിയും. ഈ രണ്ടാമത്തെ താലപ്പൊലി നടത്തുന്ന ആരാ? ഗുരുവായൂർ ദേവസ്വം. ഗുരുവായൂർ നടത്തുന്ന താലപ്പൊലി ദേവസ്വം എന്ന് പറഞ്ഞാൽ ആര് നടത്തുന്നു? ഗുരുവായൂർ നടത്തുന്നു. നാട്ടുകാർ നടത്താതിരിക്കുക വോട്ട പറയും. എന്റെ ഭഗവതിക്ക് എന്റെ വക കൊല്ലത്തിലൊരു താലപ്പൊലി തീരുമാനമുള്ള ആളാവില്ല. ഗുരുവായൂരിൽ പോയി ഉത്സവം ഒന്നേ ഉള്ളൂ, പൂരം തുടങ്ങിയിട്ടുള്ള 10 ദിവസം കുമ്പത്തിൽ. ഭഗവതിക്ക് 2 താലപ്പൊലി. ആലോചിച്ചു. എപ്പോഴും പ്രൊമോട്ട് ചെയ്യണത് സ്വാമി അയ്യപ്പസ്വാമി. നമ്മൾ 41 ദിവസം വ്രതം എടുത്ത് കാണാൻ പോണ ഭഗവാൻ പറയുന്നു, നിങ്ങൾ എന്നെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ ആരാധിച്ചിട്ട് ഭഗവതിയെ കൂടി കാണും. മലയപ്പുറം അല്ല, മറ്റൊന്നുമല്ല പറയുന്നത്. എന്റെ സ്വാമിമാർ വരാത്ത കാലത്ത് എന്റെ കല്യാണം കഴിച്ചോളാം. അതൊക്കെ റബ്ബിഷ്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. സാക്ഷാൽ മധുര മീനാക്ഷി എന്നുള്ള സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. പന്തളം രാജകുടുംബത്തിന്റെ പരദേവതാ സങ്കല്പമാണ്. സ്വാമി അവിടെ ചെന്നിരുന്നപ്പോൾ സ്വാമി ഉപാസിച്ച ദേവത അവിടെ ഉണ്ട്. സ്വാമി എന്നെ കാണാൻ വരുന്നവരൊക്കെ എന്നെ മാത്രം കണ്ടാൽ പോലെ എന്റെ ഭഗവതിയെ കൂടി കാണും. സങ്കല്പമാണ്. എല്ലാ ഈശ്വരന്മാരും ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കാണ് നമ്മുടെ ദേശക്ഷേത്രത്തിന്റെ പൈതൃകത്തിൽ പല ആളുകൾക്കും ഇന്ന് ഈ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭക്തി കൊണ്ടുണ്ടാകുന്ന സംശയം. സ്വന്തം പൈതൃകത്തെക്കാൾ വലുതാണ് മറ്റെന്തോ എന്നുള്ള തോന്നൽ. ഞാൻ എന്നൊക്കെ ഗുരുവായൂർ വന്നിട്ടുണ്ടോ അന്നൊക്കെ തിരുവനന്തപുരമേ പോയി കണ്ട് ഞാൻ വരുന്നവരെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു. ഞാൻ അമ്മയും തമ്മിലുള്ള ബന്ധമാണ്. എനിക്ക് പരിമിതികളില്ലാതെ സംസാരിക്കാൻ സാധിക്കുക അമ്മയോടാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പരിഗണനയില്ലാണ്ട്, ഒരു തരത്തിലുള്ള മുൻവിധികളില്ലാണ്ട് നമ്മളുടെ വിഷമങ്ങൾ, കടം വാങ്ങി പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത്, കല്യാണം നടക്കാത്ത വിഷമമുണ്ടെങ്കിൽ അത്, സന്തതി പരമ്പരകളില്ലാത്ത വിഷമമുണ്ടെങ്കിൽ അത് ഫ്രാങ്ക് ആയിട്ട് അമ്മയെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന ഏക സ്ഥലം ഈ ദേശത്ത്, ഈ തട്ടകത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രമാണ്.
കാരണം EMAക്ക് നമ്മുടെ പൂർവികരെ കുറിച്ച് പോലും പറയാം. നമ്മുടെ പൂർവികർ നടന്ന മണ്ണിലൂടെയാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാരണവന്മാര് ചവിട്ടിയ മണ്ണിലാണ് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം നമ്മളെ കുറിച്ച് അറിയുന്ന, നമ്മുടെ ഇപ്പൊ പറയൂല്ലോ ഒരു ഇവന്റ് നടത്തുന്നത് റൂട്ട്സ് ആണ്, അത്രയും നമ്മുടെ വേരുകളെ കുറിച്ച് അറിയുന്ന ഒരു ഭഗവതിയാണ് വരുന്നത്. അമ്മയ്ക്ക് അറിയുന്ന പോലെ നമുക്ക് പോലും അറിയില്ല. അത്രയധികം സ്നേഹമുള്ള ഒരു ഭഗവതി. ആ ഭഗവതിയോട് ഒരിക്കലും നമുക്ക് ഭയം ഉണ്ടാവരുത്. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. ഇന്നിപ്പോ ഒന്ന് പറഞ്ഞ് ഭദ്രകാളി എന്ന് പറഞ്ഞ ആൾക്കാർ നിന്ന് പറയ്ക്കുന്നു പറഞ്ഞത്. ഇത്രയധികം സ്നേഹമുള്ള, ഇത്രയധികം ആളുകളോട് വാത്സല്യമുള്ള, ഇത്രയധികം ആളുകളെ മക്കളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഭഗവതിയാണ് നമ്മൾ ഭയക്കുന്നത്. അപ്പൊ നിങ്ങളെ കൂടുതൽ പേര് അമ്മമാരില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചില പ്രഭാഷണങ്ങൾ പോകുമ്പോൾ ഉണ്ടാവണം എൻ്റെ ഒരു ദുർഗതി. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല. ഈ പ്രഭാഷണങ്ങൾ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രഭാഷണം തുടങ്ങാൻ വൈകുകയാണെങ്കിൽ അവിടെ സംഘാടകരുടെ വീട്ടിൽ കൊണ്ടിട്ട് അവിടെ പോയി ഇരുന്നോളാൻ പറയും. ഇവിടെ ഇന്ന് പറയും. ആദ്യം നായകളെ തരും. ചൂടുകാലം ആണെങ്കിൽ സാധാരണ എന്താ പറയുന്നത്, മഴക്കാലം ആണെങ്കിൽ ചായ ഇട്ടു. അത് കഴിഞ്ഞിട്ടും പരിപാടി തുടങ്ങാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവര് അമേരിക്കയിലോ മലേഷ്യയിലൊക്കെ പോയ ആൽബം കൊണ്ടുവന്നിട്ട് നോക്കിക്കൂടും തുടങ്ങി. എന്നിട്ടും സമയം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടി എടുത്ത് വഴി വെച്ച് ഇതിനെ കളിച്ചു വരുന്നത് ഗംഭീരമാണ്. ചില സമയത്തൊക്കെ ഉണ്ടാവുക അമ്മ കുട്ടിയെ പിടിക്കാൻ ഓടിയിട്ടുണ്ട് പണ്ട്, ഈ കോഴി പിടിക്കാൻ ഓടുന്ന പോലെ. കാരണം ഇതിനെടുത്ത് മടി വെച്ച് തരണമല്ലോ. ആ കുട്ടി ഉറക്കെ അതിന്റെ അച്ഛനെ കണ്ട സമയത്ത് അച്ഛനാണ് സ്വർഗം എന്നുള്ള ഭാവത്തിൽ അച്ഛനടുത്ത് ഇങ്ങോട്ട് ഓടിപ്പോയിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛന്റെ ഫ്രണ്ട്സും അമ്മയുടെ ഫ്രണ്ട്സും ഒക്കെ കേൾക്കട്ടെ എന്ന് എഴുതിയിട്ട് ഉറക്കെ ആർത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമ്മയെ പേടിയാണേന്ന്. അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. സ്വന്തം കുട്ടി എനിക്ക് അമ്മയെ ഭയമാണ് എന്ന് പറയുമ്പോൾ അമ്മ എന്റെ പേടിയുണ്ട്, അങ്ങനെയാണോ? അമ്മയ്ക്ക് ഉണ്ടാവുന്ന വിഷമം മനസ്സിലാക്കുക. ആ സമയത്ത് എന്റെ മകൻ ഭയക്കുന്നു, എന്റെ മകൾ ഭയക്കുന്നു. ഈ കോംപ്ലക്സ് ഏറ്റവും കൂടുതലുള്ള ഒരു ദേവതയാണ് ഭദ്രകാളി. അമ്മയ്ക്കൊരു ഭാവമുണ്ട്. നിങ്ങൾ കളമെഴുത്തുപാട്ട് ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ കളമ്പാട്ട്, കല്ലാറ്റുകുറുപ്പ് സമ്പ്രദായത്തിലെ കളമ്പാട്ട് വായിക്കണം. അമ്മ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത് അമ്മയെ കാണാൻ ഭംഗിയില്ല എന്നൊരു തോന്നൽ അമ്മയ്ക്കുണ്ട്. അമ്മ വിരൂപയാണെന്നൊരു ഭാവം അമ്മയ്ക്കുണ്ട്. അപ്പൊ അമ്മയെ കണ്ട് ഭയത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ വേദന എത്രത്തോളം ആലോചിച്ചു. സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് തോന്നലുണ്ട്. നിങ്ങൾ കളമ്പാട്ട് വായിക്കും. നമ്മൾ നാടോടി കഥകളിലൂടെ പോയാൽ മതി. ഞാൻ ചരിത്രവും അല്ലെങ്കിൽ തന്ത്രസമുച്ചയത്തിൽ എന്താണെന്ന് പറയുന്നില്ല. സാധാരണ കളമ്പാട്ടില് ഭഗവതി അച്ഛന്റെ മുഖത്തുനിന്ന് ജനിച്ചതിന് ശേഷം അച്ഛനോട് ചോദിക്കും, അച്ഛ എന്നെ എന്തിനാ ജനിപ്പിച്ച്, ഞാൻ എന്താ വേണ്ടതെന്ന്. ആ ദാരികനെ വധിച്ച് ഭഗവതി തിരിച്ചു വീണ്ടും വന്നിട്ട് നടത്തിയ നൃത്തത്തെയാണ് നമ്മൾ നാടൻ പാട്ടായിട്ടൊക്കെ ആഘോഷിച്ചത്. ഇത് പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പുരാട്ടി നല്ലച്ഛന്റെ മുമ്പിൽ ചെന്ന് കളി തുടങ്ങി എന്ന് പറഞ്ഞത് അച്ഛന്റെ മുമ്പിൽ പോയിട്ട് അമ്മ നൃത്തം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ജനിച്ച സമയത്ത് അച്ഛനോട് ചോദിച്ചു, എന്നെ എന്തിനാ ജനിപ്പിച്ചത്? അച്ഛൻ പറഞ്ഞു, ദാരികൻ എന്ന് പറയുന്ന അസുരനുണ്ട്, പോയി അവനെ കൊന്നിട്ട് വന്നു. അപ്പൊ ദേവി പറഞ്ഞു, എനിക്ക് വാഹനമില്ല, എനിക്ക് പോവാൻ വണ്ടി വേണം, പോണ്ടാക്കി ഏതെങ്കിലും വണ്ടി ഏർപ്പാടാക്കുന്നില്ല. അപ്പൊ ദേവിയോട് വിന്ധ്യപർവ്വതത്തിൽ ഒരാൾ താമസിക്കുന്നുണ്ട്, അയാളെ വാഹനമാക്കിക്കൊള്ളാൻ പറഞ്ഞു മഹാദേവൻ. ആരാ ഭദ്രയാളുടെ വാഹനം? അത് പറയുന്നുണ്ടോ? ഓക്കെ, അവർക്ക് പറഞ്ഞോളൂ. ഭദ്രകാളുടെ വാഹനം ആരാ? അവിടെ കൊടിമരമില്ല. ഏതൊരു ക്ഷേത്രത്തിലും കൊടിമരം വെക്കുന്ന സമയത്ത് ആ കൊടിമരത്തിൽ ഇരിക്കേണ്ടത് ആ ദേവതയുടെ വാഹനമാണ്, അവരാണ്. ഇപ്പൊ ഗുരുവായൂർ നിങ്ങൾ കാണുന്നത് ഗരുഡനെയാണ്, അല്ലെ? ഏറ്റുമാനൂർ പോയാൽ നിങ്ങൾ കാണുന്നത് നന്ദിയാണ്, ആണല്ലോ. തിരുമാന്താവ് വന്നാൽ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ നിങ്ങൾ പോയാൽ കൊടുങ്ങല്ലൂർ കൊടിമരമില്ല. കൊടിമരുള്ള സ്ഥാനമാണെങ്കിൽ ആരെ കാണും? ഭദ്രകാളുടെ വാഹനം സിംഹമല്ല. ഭദ്രകാളുടെ വാഹനം വേതാളമാണ്. വേതാള കണ്ഠസ്ഥിത. വേതാളത്തിന്റെ പുറത്താണ്. നാടൻ പ്രയോഗമാണ്. നിങ്ങൾ ഇതിന്റെ ഹ്യൂമർ മാത്രം എൻജോയ് ചെയ്താൽ മതി. കല്ലാറ്റുകുറുപ്പിന്റെ കളമെഴുത്ത് സമ്പ്രദായത്തിൽ കളമ്പാട്ടിൽ പറയുന്നുണ്ട്, ദേവി വിന്ധ്യപർവ്വതത്തിൽ ചെന്ന് തന്റെ വാഹനമായിട്ടുള്ള വേതാളത്തെ കണ്ടത്രേ. വേതാളത്തെ കണ്ട സമയത്ത് വേതാളം കിടന്ന് ഉറങ്ങുകയായിരുന്നു. വേതാളത്തെ ദേവി വിളിച്ചുണർത്തിയ സമയത്ത് ദേവിയെ കണ്ടിട്ട് വേതാളവും വേതാളത്തെ കണ്ട് ദേവി രണ്ട് ദിശയിലേക്ക് ഓടിത്തറയും ഭയന്നിട്ട്. അതൊരു നാടൻ പ്രയോഗം. കാരണം ഘോരതയും ആ ഭാവവും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ അമ്മയെ കളിയാക്കുന്നതല്ല. ഇങ്ങനെയുള്ള ഭഗവതി പൊതുവിൽ കാളി എന്നുള്ള ശബ്ദത്തിൽ തന്നെ കറുത്തവൾ എന്നർത്ഥമുണ്ട്. നീലശ്യാമ മേഘവർണ്ണമുള്ളവൾ. ഒന്നാമത് അമ്മ കറുത്തിട്ട്. രണ്ട്, ഈ ദാരികെന്ന് വലിക്കപ്പെടുന്ന അസുരന്റെ ഭാര്യയായിട്ടുള്ള മനോദരിയുടെ ശാപം കൊണ്ട് അമ്മയ്ക്ക് വസൂരി വന്നിട്ടുണ്ട് മുഖത്ത്.
നിങ്ങൾ കുടിയേറ്റൊക്കെ നടത്തുമ്പോൾ കൃത്യമായിട്ട് കാണാം, വെളുത്ത മാവ് കൊണ്ട് കുത്തായിട്ടിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ അമ്മ വിരൂപയായിരുന്നു. ആ വിരൂപമായിട്ടുള്ള രൂപം കൊണ്ടാണ് ഈ തലയാർത്തിട്ട് കൈലാസം ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു, ഇനി എന്നെ കണ്ടിട്ട് ആരാധിക്കും? എന്റെ രൂപം കണ്ടില്ലേ, എന്നെ കണ്ട ആൾക്കാർ ഭയന്ന് ഓടുന്നു. ഞാൻ പറഞ്ഞത് എന്റെ കളമാട്ടുകളാണ്, ഇത് പരിശോധിക്കാം. ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു പറയാ, മോളെ നീ ഒരു കാര്യം ചെയ്യും, നീ ദക്ഷിണ ദിക്കിലേക്ക് ചെല്ലും, തെക്ക് ഭാഗത്തേക്ക് പോകും. ഭാരതത്തിന്റെ അവിടെ ഭാർഗവ ക്ഷേത്രമായുള്ള കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ നിന്നെ പേടിക്കില്ല, മറിച്ച് നിന്നെ ആരാധിക്കും. അവർ വർഷം തോറും നിനക്ക് പൂജ തരും. എങ്ങനെയുള്ള പൂജ? 5 വർണ്ണ പൊടി കൊണ്ട് പന്തലിട്ട് കളം വരച്ച് പാട്ടുപാടി നേദ്യം തന്ന് നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. അതാണ് കളമെഴുതും പാട്ട്. പറയുന്നത് ഗംഭീരമായിട്ടാണ്. 128 കാല് പന്തലിട്ട് നിന്നെ സന്തോഷിപ്പിക്കും. അതിന് പറ്റാത്ത ആൾക്കാർ 64 കാല് പന്തലിട്ട് നിന്നെ സന്തോഷിപ്പിക്കും. അതിനും പറ്റാത്തവർ 32, 16, 8. ഒന്നിനും സാധിക്കാത്ത ആൾക്കാർ 4 കാല് പന്തലിട്ട് 5 വർണ്ണപ്പൊടി കൊണ്ട് കളമെഴുതി നിന്റെ പാട്ട് പാടി നിന്റെ ചരിതം പാടി നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പൊ അമ്മയ്ക്ക് കോംപ്ലക്സ് ഉണ്ട്. എന്ത്? അമ്മയെ കാണാൻ ഭംഗിയില്ല. ലോകത്തെ ഏറ്റവും സുന്ദരിയായിരിക്കുന്നവളാണ് ശ്രീകർത്തിരിക്കുന്നത്. ഏറ്റവും സുന്ദരിയായിരിക്കുന്നത് നമ്മളാണ്. ഏറ്റവും ഘോരരൂപിണിയായിരിക്കുന്നതും അമ്മയാണ്. ഒരു പ്രപഞ്ചത്തിന്റെ ബ്രഹ്മത്തിന്റെ 2 എക്സ്ട്രീംസ് ആണ്. ഗുരുവായൂരപ്പന്റെ കാര്യം പറയുമ്പോൾ പറയില്ലേ, ഏറ്റവും ശാന്തനായിരിക്കുന്ന ഭഗവാൻ. മഹാദേവനെ കുറിച്ച് പറയുമ്പോൾ പറയും ക്ഷിപ്രകോപിയായിരിക്കുന്ന ഭഗവാൻ. ഏറ്റവും ശാന്തനായിരിക്കുന്നതും ഏറ്റവും ഘോര രൂപത്തിലിരിക്കുന്നതും ഒരു വസ്തു തന്നെയാണ്. അതുകൊണ്ട് ഈ ഭഗവതിയെ കണ്ടിട്ട് നമ്മൾ ആരും ദയവായിട്ട് കുട്ടികളിൽ എനിക്ക് എളുപ്പം അതാണ് പറയാനുള്ളത്, ദയവായിട്ട് ഭയത്തിന്റെ പേരിൽ ആരാധിക്കാതിരിക്കുക. ഇത് അമ്മയ്ക്ക് ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മ എന്നെ എന്തോ ചെയ്തു കളയും. അപ്പൊ നമ്മൾ അമ്മ എങ്ങനെയാണ് കാണുന്നത്? ആ ഭാവത്തിൽ കാണുന്നത് അത് അമ്മയായിട്ടാണ് പറയുന്നത്. ഒരിക്കലും ഈ ഭഗവതി നിങ്ങളെ ശപിക്കില്ല. ഒരിക്കലും ഈ ഭഗവതിയുടെ കോപം നിങ്ങളുടെ മേലുണ്ടാവില്ല. കാരണം ഒരമ്മയ്ക്ക് ഇത് സാധിക്കില്ല. പക്ഷേ പാലക്കാട് ഭാഷയിൽ പറയും ഉള്ളു കൊള്ളുക എന്ന് പറയും ഒരു അമ്മയുടെ. ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ മകൻ ഒരു പരിധി ആയപ്പോ എന്നെ വേണ്ടാണ്ടായല്ലോ. അവനിപ്പോ എന്നെ കാണാൻ സമയമില്ലത്രേ. ആ വിഷമാണ് അടിക്കുക. ആ അടിക്കുന്ന പരിധി ഉണ്ടാവില്ല. എന്റെ മുമ്പിൽ വളർന്നവൻ, എന്റെ ഈ തിരുമുറ്റത്ത് പിച്ച വെച്ച് വളർന്ന, എന്റെ നേദ്യം കഴിച്ച്, എന്റെ പായസം കഴിച്ച്, എന്റെ മാല കെട്ടി എന്റെ മുമ്പിൽ വളർന്നവന് ഇപ്പൊ ഒരു പ്രായം പറ്റുന്നപ്പോ എന്നെ വേണ്ടാണ്ടായല്ലോ എന്നുള്ള വിഷമുണ്ടല്ലോ. ആ വിഷം അടിക്കും. അതാണ് അടിക്കുക. അത് മറ്റെന്നേക്കാൾ തീവ്രത കൂടുതൽ. അതാണ് പ്രശ്നം. അതുകൊണ്ട് അത് വായിക്കാതിരിക്കുക ഭഗവതിയെ കൊണ്ടെന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. എന്റെ മക്കൾക്കൊക്കെ എന്നെ വേണമല്ലോ. തിരുവാന്താമുതലമ്മയുടെ ആറാട്ടിന് ഭഗവതിയുടെ തിടമ്പ് ആനപ്പുറത്ത് കയറ്റുമ്പോൾ ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. 11 ദിവസം തുടങ്ങി തന്നെ കൽപ്പന. എല്ലാവരും ഒന്നല്ലേ പറയാം. ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കണമെന്നിരിക്കുന്നതായിട്ട് ആരും ചെയ്യാനാണ്. തുടങ്ങിയ കൽപ്പന ആറാട്ടിന് 1 വർഷക്കാലത്തിന് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവതി തന്റെ മക്കളെ കാണുന്ന സമയത്ത് ആദ്യം വിളിക്കുക എന്റെ പൊന്നു മക്കളെ എന്നാണ് വിളിക്കുക. അല്ലാണ്ട് എന്റെ ഭക്തരെ നിങ്ങൾ വന്നിട്ടുണ്ടെന്നല്ല. എന്റെ പൊന്നുമക്കളെ വിളിച്ചത് അഭിസംബോധന ചെയ്യുക. എന്നിട്ട് പറയും ആ കൽപ്പന തുടങ്ങ എന്റെ പൊന്നുമക്കൾ ഒട്ടും വ്യാകുലപ്പെട്ടു കൊണ്ടാണ്. കൽപ്പന കേട്ടാൽ ഇങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഇങ്ങനെ കൂടും. ദേവി പറയുന്നതാണ് മല പോലെ വന്നത് ഞാൻ മഞ്ഞ് പോലെ തട്ടി നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് നേരെ വരുന്ന ആപത്തുകൾ മല പോലുള്ളതാണെങ്കിൽ മഞ്ഞ് പോലെ ഞാനത് തട്ടി നിൽക്കും. എനിക്കിപ്പോ ഇങ്ങനെ വന്നിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് സംസാരിക്കാനുള്ള ഒരു ഊർജ്ജം ഭഗവതി തരുന്നത്. 41,000 നാട്ടിൽ ചെന്നാലും അന്യായപ്പെട്ട് മാറത്ത് കൈവച്ച് അമ്മേ എന്ന് വിളിച്ചാൽ ആ സ്ഥലത്ത് ഞാൻ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ഉണ്ടാവുന്നതാണ് അമ്മ എന്ന വാക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മന്ത്രം ചൊല്ലണ്ട. ഈ കൈ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വെക്കുക. എന്നിട്ട് എന്ത് വിളിക്കുക? അമ്മേ എന്ന് വിളിച്ചാൽ ഞാൻ ആ സ്ഥലത്ത് വന്ന് നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരുന്നതാണ്. ഇത്രയും കോൺഫിഡൻസ് തരുന്ന ഒരമ്മ നമ്മുടെ മുറ്റത്തുണ്ടാവുമ്പോ നിങ്ങൾ പറയും ഏത് കുട്ടിയാണ് ഈ ലഹരിയിലേക്ക് പോകുന്നത്? ഈ കോൺഫിഡൻസ് ഉണ്ടാവുമ്പോൾ ജീവിതം വഴിതെറ്റി പോകുന്നു, ജീവിതം വീണ് പോകുന്നു എന്ന് തോന്നുമ്പോ ഇങ്ങനെ വെച്ചൊന്ന് അമ്മയെന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ലഹരിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആത്മഹത്യയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പുണ്ട്. എന്ത്? ആരൊക്കെ കൈവിട്ടാലും എന്നെ എന്റെ അമ്മ കൈവിടില്ല. ആ ഉറപ്പ് കുട്ടികൾക്ക് കൊടുത്ത് വളർത്തുക. അതിന് എന്ത് വേണം? എല്ലാ ദിവസവും അമ്പലത്തിൽ കൊണ്ടുവരാൻ. ഒരമ്മയും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ ചൊവ്വയും വെള്ളിയും മാത്രം വന്ന് കണ്ടാൽ മതി. അങ്ങനെയാണ് പറയുന്നത്.
ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് അമ്മ പോയി കണ്ടോളെ, അങ്ങനെ അമ്മയെ പോയി കാണാൻ നമ്മൾ സ്വന്തം അമ്മേനെ. മക്കൾ എന്നും വന്ന് കാണുന്നതാണ് അമ്മയ്ക്ക് താല്പര്യം. അതും എങ്ങനെ കാണുന്നത്? ഇപ്പൊ ഇവിടെ കൂടുതൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ പറയും. ഇപ്പൊ എന്റെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ ഭാര്യയെ കൂട്ടിയിട്ട് ഒരു വീട്ടിൽ പോവാണെങ്കിൽ അവിടെ പ്രായമായാലും മുത്തശ്ശിയുടെ കാര്യം ചോദിക്കുക, കുട്ടികളെ കൊണ്ടുവന്നില്ല എന്നാണ്. കാരണം അമ്മ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് മക്കളെ മാത്രമല്ല പേരക്കുട്ടികളെ കൂടിയാണ്. അതിലാണ് ആ കുട്ടി ഡിസപ്പോയിന്റ് ആയി പോകുന്നത് ഭഗവതി ഭാവം. കാരണം പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ മാത്രം പ്രശ്നമാണ്. ഞാനത് പലരും കൊള്ളനൂർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഗുരുവായൂർ അടുത്തായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാവില്ല. ഇപ്പൊ എന്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ എനിക്ക് ഗുരുവായൂർ എന്റെ വീട്ടിലേക്കുള്ളൂ. ഗുരുവായൂർക്ക് വരികയാണെങ്കിൽ അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികളുടെ സകലത്തിനെയും വണ്ടിയിലിട്ടാണ് കൊണ്ടുവരിക. പഴനിക്ക് പോവുകയാണെങ്കിൽ, മൂകാംബയ്ക്ക് പോവുകയാണെങ്കിൽ, മറ്റേ തിരുപ്പതി പോവുകയാണെങ്കിൽ ഇതൊക്കെയാണ് പതിവ്. സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ മാത്രം എനിക്കൊരു സമയം, എന്റെ ഭാര്യയ്ക്ക് സമയം, എന്റെ അച്ഛന് വേറൊരു സമയം, എന്റെ അമ്മയ്ക്ക് അതേപോലെ സമയം. അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കി. കഴിഞ്ഞ വട്ടം വീട്ടിലിരുന്ന് കറണ്ട് പോയ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ സ്വന്തം നാട്ടിൽ അമ്പലത്തിൽ പോയിട്ട് എത്ര കാലമായി? അനാദി കാലത്ത് എപ്പോഴോ പോയതാണ്. മഹാക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ കുടുംബസമേതവും കുടുംബത്തിരിക്കുന്ന ഭാഗവതത്തിൽ നമ്മൾ ഓരോരുത്തരുമായിട്ടാണ് പോകുന്നത്. എന്ത് വിരോധാഭാസമാണ്! അമ്മ ഓരോരുത്തർ വരുമ്പോഴും ചോദിക്കണം, രമേശ് വന്നില്ലേ, രമണി വന്നില്ലേ എന്ന് ഓരോരുത്തരുടെ ഇത് എത്ര വിധം അറിയാൻ വേണ്ടിയിട്ട് പാവം. സോ അതുകൊണ്ട് നമ്മുടെ ധർമ്മം എന്താണ്? അമ്മയെ നിത്യം ചെന്ന് കാണാൻ സാധിക്കും, നിത്യം ചെന്ന് കാണും. അല്ലെങ്കിൽ സാധിക്കുന്ന അത്രയും സമയം സകുടുംബം ചെന്ന് കാണും. ഇപ്പൊ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു തവണ ചെന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ എങ്ങനെ പോവുക? സകുടുംബം പോവുക, വിത്ത് ഫാമിലി. എല്ലാവരും സാധിക്കുന്ന എന്തെങ്കിലും ഒരു സമർപ്പണം അമ്മയ്ക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം അമ്മയ്ക്ക് കിട്ടിയിട്ട് വേണം, മക്കളുടെ കയ്യിൽ കിട്ടിയിട്ട് വേണം. മക്കളുടെ ധർമ്മമാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. മറ്റേ ലോജിക്കൊന്നുമില്ലേ? അമ്മ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാവല്ലേ, അമ്മ പരാശക്തിയല്ലേ, അമ്മ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞിയല്ലേ. മഹാരാജ്ഞിക്ക് ഇപ്പൊ എന്റെ പാൽപ്പായസം കിട്ടിയിട്ട് വേണോ? ഓഫ് കോഴ്സ് യെസ്, വേണം. നിങ്ങളുടെ പാൽപ്പായസം കിട്ടിയിട്ട് വേണം, നിങ്ങളുടെ ചെമ്പരത്തിമാല കിട്ടിയിട്ട് വേണം, നിങ്ങളുടെ പട്ട് കിട്ടിയിട്ട് വേണം. കാരണം മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടണമെന്നാണ് അമ്മയ്ക്ക് താല്പര്യം, സ്നേഹത്തോടെ. ചില ആൾക്കാരൊക്കെ കൂടെ ലീലാശാസ്ത്രം വ്യാഖ്യാനിച്ചിട്ട് പറയും അമ്മ മഹാരാജ്ഞിയാണ്. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് ഇന്ത്യൻ മാല കൊണ്ട് എന്താവാന്? അമ്മ അത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് കലശം. ഞാൻ പറഞ്ഞു, അത് മാലയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങളുടെ സമർപ്പണമായിട്ട് കൊടുക്കാം, നിങ്ങളുടെ സാന്നിധ്യമായിട്ട് കൊടുക്കാം. ദയവായിട്ട് ഭയക്കഥ കൊടുക്കുക. ഭയത്തെ ദഹിപ്പിക്കുന്നവളാണ് ഭദ്ര. ഭയം ഇല്ലാതാക്കുന്നവളാരോ അവളാണ് ഭദ്ര. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആരെയാണ്? ആ ഭയം ഇല്ലാതാക്കുന്നവളെയാണ്. അതാണ് അതിന്റെ വിരോധാഭാസം. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 4 കൈയാണ്. മഹാദേവത്ത് പറഞ്ഞാൽ കുറച്ചൊന്ന് പുറകിലേക്കാണ്. ഭദ്രകാൾ എന്ന് പറഞ്ഞാൽ ഒരു ഫർലോങ് അപ്പുറത്താണ്. ഇവിടുന്നാണ് ഈ ഭയം വരുന്നത്. ആരൊക്കെയോ നമ്മളെ പേടിപ്പിച്ചു. ഭഗവതിയുടെ കയ്യിലുള്ള വാള്, ഭഗവതിയുടെ പുറത്തേക്ക് നീട്ടിയ നാവ്, ഭഗവതിയുടെ ദ്രംഷ്ട, ഭഗവതിയുടെ മുഖം, ഭഗവതിയുടെ കണ്ണ്, ഇതൊക്കെ എന്തോ ഘോരമായിട്ടുള്ള സാധനമാണ്. അമ്മ പേടിക്കേണ്ട വസ്തുവാണ്. അത് ഏറ്റവും കൂടുതൽ ഭഗവതിയെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ദയവായിട്ട് ഭഗവതിയെ പേടിക്കാതിരിക്കുക. നട്ടപ്പാതിരയ്ക്ക് 12 മണിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, എന്റെ അമ്മ ഇരിക്കുന്ന സ്ഥലം എന്നുള്ള ഭാവം അതിനുണ്ടാവുകയാണ്. പേടിക്കാത്തവർക്ക് അമ്മ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്നും ഞാൻ പറയുക. ഭയന്നവർക്ക് ഭഗവതി ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നെങ്കിൽ ഭഗവതിയെ കണ്ട് കിളിപോയവർ, അല്ലെങ്കിൽ ഭഗവതിയെ കണ്ട് ജീവിതം പോയവർ എന്നുള്ള 2 കാറ്റഗറിയിലുള്ളത്. പക്ഷെ ഭയക്കാതെ അമ്മയോട് സംസാരിച്ചവർക്ക്, ഭയക്കാതെ അമ്മയെ നോക്കിയവർക്ക്, ഭയക്കാതെ അമ്മയോട് ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് അമ്മ വാരിപ്പോയി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ടല്ലോ. ഒരു രാജ്യത്തൊരു രാജകുമാരി അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെ മുഴുവൻ തോൽപ്പിച്ചു. പാണ്ഡിത്യത്തിൽ തോൽപ്പിച്ച സമയത്ത് ആ രാജാവിന്റെ പണ്ഡിതന്മാർക്ക് തോന്നി ഇവളോട് വലിയ വൈരാഗ്യം, ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. വിവാഹപ്രായം എത്തിയപ്പോൾ രാജാവ് പറഞ്ഞു, ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള വരനെ കൊണ്ടുവരും. പണ്ഡിതന്മാർ കൊണ്ടുവന്ന് നിർത്തിയത് ഏറ്റവും മണ്ടനായിട്ടുള്ള ഒരാളാണെന്ന സങ്കല്പം. അവരത് അന്വേഷിച്ച് പോയ സമയത്ത് ഒരാൾ ഇരിക്കുന്ന കൊമ്പിൽ നിന്ന് മുറിച്ചുകൊണ്ടിരിക്കുക. അത്രേ അപ്പൊ മനസ്സിലായി ഇവനാണ് ആപ്റ്റ്. കൊണ്ടേ നിർത്തിയിട്ട് പറഞ്ഞു, ഇദ്ദേഹമാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. രാജാവ് എന്തോ ഒരു ചോദ്യം ചോദിച്ചു, ഇയാൾ എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കി, അബദ്ധവശാൽ അതായിരുന്നു ഉത്തരം. അയാൾക്ക് തോന്നി ഇയാളാണ് പണ്ഡിതൻ. കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. 1ാമത്തെ രാത്രി വിട്ടു. സ്ത്രീകൾക്ക് അധികം സമയം വേണ്ടല്ലോ. പെട്ടെന്ന് ജഡ്ജ് ചെയ്തു, മണ്ടനാണ് എന്റെ ഭർത്താവ്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് മുഖത്തോക്കി പറഞ്ഞു ഭാര്യ. ആദ്യം ഭാര്യ നമസ്കരിച്ചു, ഞാൻ ആരാണെന്ന് എനിക്ക് നീ പറഞ്ഞു തന്നല്ലോ, ഞാൻ മണ്ടനാണ്. രാത്രിയായി വനപ്രദേശത്ത് കൂടെ നടന്ന സമയത്ത് എവിടെയോ വെളിച്ചം കണ്ടു, ഒരു വീട് കണ്ടു, അതിനകത്ത് കയറി വാതിലടച്ചിരുന്നു. അത് യഥാർത്ഥത്തിൽ എവിടെ വീടായിരുന്നു. അയമ്മ പുറത്തെ എവിടെ പോയതാ. തിരിച്ചു വന്നു നോക്കിയപ്പോ സ്വന്തം വീട് പൂട്ടിയപ്പോ കണ്ടപ്പോ ചോദിച്ചു, ആരാണ് അകത്ത്? സാധാരണ ആൾക്കാർ ചോദിച്ചത് ഉത്തരാണ് പറയേണ്ടത്. ഇവിടെ പുറത്തേക്കുള്ള ചോദ്യമാണ് വന്നത്, ആരാണ് പുറത്ത്? അപ്പൊ അദ്ദേഹം
ഈ ചോദ്യം ചോദിച്ച ആൾക്ക് എത്തി സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു മറുപടി കേൾക്കുന്നത്. കാരണം അല്ലെങ്കിൽ പകുതി ആൾക്കാർ അപ്പൊ തന്നെ വീഴും. പുറത്ത് കാളി എന്ന് പറഞ്ഞു. സാധാരണ കാളി കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായിട്ടുള്ള വരിയുണ്ട്, നമ്മൾ കേൾക്കണം. നമ്പ്യാർ എഴുതിയിട്ടുണ്ട്, കാളി എന്നൊരു വിളി കേട്ടപ്പോൾ കാളിക്കൊന്ന് വയറ്റിൽ കാളി എന്നാണ്. കാളി എന്ന് വിളിച്ച സമയത്ത് കാളി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ആ കുട്ടിയുടെ വയറ് കാളി എന്ന് പേര് കേട്ടാൽ മതി. പക്ഷെ കാളി എന്ന് പറഞ്ഞ മലയാളത്തിൽ സാധാരണ നാടൻ മലയാളത്തിൽ പറയില്ലേ, പേടിക്കണമെങ്കിൽ ഒരു ബുദ്ധി വേണം, അതെങ്കിലും വേണം. ഇയാൾക്ക് അതേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, പുറത്ത് കാളിയാണെങ്കിൽ അകത്തിരിക്കുന്നത് ദാസെന്ന്. അമ്മ വാതിൽ വന്നിട്ട് മടിയിൽ ഇരുത്തിയിട്ട് തൃശ്ശൂലം കൊണ്ട് ഈ വായന എഴുതി ചിത്ര ഹരിശ്രീ ഗണപതികരമാണ് എന്നിട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ പാടിയതാണ്, മാണിക്യ വീണ മുബലാളയന്തി മതാലസാം മാഞ്ചല ഭാഗ്യലാസാം മഹേന്ദ്ര നീലദ്യുതി കോമളാങ്കി മദന്റെ കന്യ മനസാസ്മരാമി ശ്യാമളാതെ. അവിടെ നിന്നാണ് കാളിദാസന്റെ തുടക്കം. കാളിദാസന് വിദ്യ കൊടുത്തത് ഭദ്രകാളിയാണ്, സരസ്വതി അല്ല. ഇത് പലരുടെയും ധാരണ വിദ്യ തരാൻ സരസ്വതി, ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ ഓടിക്കാൻ കാളി എന്നാണ്. നെവർ. ഭദ്രകാളി വിദ്യാദായിനിയാണ്, വിദ്യ തരുന്നോളാം. ഞാൻ കൊളഞ്ഞൂർ നമ്മൾ പറഞ്ഞു, ഇവിടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ ഗുരുവായൂർ അടുത്താണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഗുരുവായൂരിനോട് കൂടുതൽ ഇഷ്ടമുണ്ട്. എന്റെയും ജീവനാണ് ഗുരുവായൂർ. പക്ഷെ എല്ലായിടത്തും കൊണ്ടായിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ, എല്ലാ അമ്പലങ്ങളിലും കൊണ്ടുപോയി അതിനെ കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും ഒരു വറ്റ് ചോറ് നമ്മുടെ ഈ ദേശത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് ഈ അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഞങ്ങൾ ഗുരുവായൂർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാലക്കാട് എം എൽ എ പറഞ്ഞ പോലെ ഹൂ കേഴ്സ്. ഈ അമ്മ പ്രതീക്ഷിക്കുകയാണ് അതിന്റെ പേരക്കുട്ടി അതിനെ കാണാൻ വരും. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. ആലോചിച്ചു, നാട്ടിലുള്ള സകലത്തും നമ്മൾ പോകുന്നുണ്ട്. സ്വന്തം അമ്മയെ നമ്മൾ പോയി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അപരാധമാണെന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കും. ഗുരുവായൂരിന്റെ അടുത്ത് കൊടുത്തു. ചിലപ്പോൾ ഈ ഭാഗത്ത് ഗുരുവായൂരിനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവായൂരിന് ഈ ഭാഗത്തോട് ചോദിക്കാം പറമ്പിൽ അമ്മയോട്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് രാമൻകുട്ടിയായിട്ടും സാവിത്രി അമ്മയും കുട്ടിയെ കൊണ്ട് വന്നിരുന്നല്ലോ, നിങ്ങളുടെ അടുത്ത് വന്നില്ലേ? പി എം ചിരിച്ചു എന്ന് പറയും, ആ എന്റെ അടുത്ത് വന്നിട്ടാണ് അങ്ങനെ പോയത്. ആ അതിന്റെ ഉള്ളിൽ നിന്ന് അറിയുണ്ടാവും, കാരണം അത് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന, നമ്മുടെ ഈ തട്ടകത്ത് ജനിക്കുന്ന ഏത് കുട്ടിയും എല്ലാ അമ്പലങ്ങളിലും പോട്ടെ, ഒരു പിടി അന്നവും ആദ്യത്തെ അക്ഷരവും എപ്പോഴെങ്കിലും ഏതെങ്കിലും കൊല്ലം ഈ തിരുമുമ്പിൽ ഇരുന്ന് എഴുതണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. ആദ്യമായിട്ട് ഒരു പിടി അന്നം കഴിച്ച ക്ഷേത്രവും ആദ്യമായിട്ട് ഹരിശ്രീ ഗണപതിയെ നമ്മൾ ആദ്യാക്ഷരം കുറിച്ച ക്ഷേത്രവും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗം ഓട്ടോമാറ്റിക്കലി ആയിട്ട് മാറും. പിന്നെ ആ ഒരു കണക്ഷൻ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരുടെ ചെറിയ മനസ്സിൽ തന്നെ ആ ക്ഷേത്രവുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മിനിമം ചെയ്യണമെന്ന് എനിക്ക് മുതിർന്ന ആൾക്കാരോട് അഭ്യർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ അവരുടെ കാര്യം പിടിച്ച് പറയാറുണ്ട്. ഈ രണ്ട് കാര്യം ചെയ്യും. മൂന്നാമത് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ സാധിക്കുന്ന ദിവസം ആ ക്ഷേത്രത്തിൽ അവിടെ തട്ടകത്തിൽ അമ്പലം ഏതാണ് അവിടെ കൊണ്ട്, കാരണം ഈ അമ്മയുടെ മകളാണല്ലോ, അമ്മയായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ ചില ആളുകളുണ്ട്, ഞങ്ങൾക്ക് അമ്മയെ വേണ്ട, അച്ഛനെ വേണ്ട, ആരും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ. അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അമ്പലോ വേണ്ട, ഭഗവതിയും വേണ്ട. തിരുവനന്തപുരം നമ്മുടെ കൽപ്പന ഉണ്ട്, വീട്ടിൽ പറയും. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഭഗവതിക്കും താല്പര്യമില്ല, അമ്പലം വേണ്ട, ഒന്നും വേണ്ട എന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ കേൾക്കട്ടെ എന്ന് കരുതിയിട്ട് കൽപ്പന ഉണ്ട്. ഒരു നാഴി കൊണ്ട് 100 നാഴിയാക്കാനും 100 നാഴി 1 നാഴിയാക്കാനും കഴിവുള്ളവളാണ് കാളി എന്നാണ്. ഞാൻ കരുതി വെച്ച് കഴിഞ്ഞാൽ നിന്റെ കയ്യിലുള്ള 1 നാഴിയെ 100 മാറ്റാൻ എനിക്ക് സാധിക്കില്ല. നീ അഹങ്കരിക്കുന്ന അതിന്റെ കയ്യിലുള്ള 100 നാഴി 1 നാഴിയാക്കാനും എന്നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ നാടൻ ഭാഷ പറയില്ലേ, നിലത്ത് നിൽക്ക്, അടങ്ങി നിൽക്ക് എന്ന് പറയില്ലേ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വലിപ്പച്ചേർപ്പുണ്ടാവും, പക്ഷെ ഭഗവതിക്ക് നമ്മളെ തമ്മിൽ ഒരു വലിപ്പച്ചേർപ്പില്ല. ഏത് മകനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അമ്മ പാവം കൈമലത്തുള്ളൂ. അതിന് എല്ലാവരും ഒരുപോലെയാണ്. നോക്കണവരും ഒരുപോലെയാണ്, നോക്കാത്തവരും ഒരുപോലെയാണ്. അതാണ് പ്രശ്നം. ഇത് പ്രശ്നമാണ്. കാരണം നോക്കാതെ ഒരാൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനാണ് നമ്മൾ പറയില്ലേ, യൂണിവേഴ്സ് തിരിച്ചു കൊടുക്കുന്നത്. സാധിക്കുമെങ്കിൽ അമ്മ നമ്മളെ ഇങ്ങനെത്ര സ്നേഹിക്കുന്നു, അതിന്റെ 100 അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അത് ഞാൻ ഏറ്റവും കൂടുതൽ അമ്മ താല്പര്യപ്പെടുന്നത് നമ്മുടെ വഴിപാടാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത് നമ്മുടെ വീട്ടിൽ കുട്ടിയോടും ഒന്നും വേണ്ട, നമുക്ക് അവർക്ക് ലളിതാ സഹസ്രനാമം ഒരു പ്രായത്തുമ്പോൾ അവർ പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ശ്യാമളദണ്ഡനം പഠിച്ചോട്ടെ, സൗന്ദര്യലഹരി പഠിച്ചോട്ടെ. മിനിമം ആ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയിട്ട് അമ്മയെന്ന് ഉറക്കം വിളിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ഏറ്റവും മിനിമം
കാരണം ആ രണ്ട് ശബ്ദം കേൾക്കുന്നതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരം. അതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്നൊരു ശബ്ദവും. ഞാൻ പലർക്കും തമാശയായിട്ട് പറയാറുണ്ട്, ചോറ്റാനിക്കര ഭഗവതി, എനിക്ക് ഈ പേര് കിട്ടിയ സ്ഥലമാണ്. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ വ്യാസം എന്നുള്ള പേര് ഒരു ഫോർമാലിറ്റി കിട്ടതല്ലേ പ്രഭാഷണങ്ങൾ ചെയ്യുന്നതല്ല. 1992 ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് എനിക്ക് ചോറ് ബന്ധപ്പെട്ട പേരാണ് വ്യാസം എന്നുള്ളത്. ചോറ്റാനിക്കര ഭഗവതിയെ കാണാനായിട്ട്, അല്ലെങ്കിൽ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയ ഗുപ്തൻ നമ്പൂതിരിയുടെ കഥ പറയും. യക്ഷി പുറകിൽ കൂടിയ കഥ നമുക്ക് എല്ലാവരും പറയാമല്ലോ. ആദ്യം വശാപ്പള്ളി എന്ന് പറയുന്ന മനയിൽ പോയി അവിടെ നിന്ന് ജനിച്ച കല്ല് കൊടുത്തു. ആ കല്ലുകൾ മൊത്തം പാഴായി പോയി. പള്ളിപ്പുറം എന്ന് പറയുന്ന മനയിൽ കയറി അവിടെ നിന്ന് വിടുപ്പ് തോർത്ത് കൊടുത്തു. അത് വീശിക്കൊണ്ടുകൂടി ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് വിടുപ്പ് തോർത്ത് കളയണമെന്ന് പറഞ്ഞു. കളഞ്ഞു. അപ്പുറത്തെ കാലം യക്ഷി കയറി പിടിച്ചു. യക്ഷി പിടിച്ച് ഇങ്ങനെ വലിക്കുക അത്ര നമ്പൂതിരിയെ. ഭഗവതി ആണെങ്കിൽ നിർമ്മാല്യമൊക്കെ കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഞാനിതൊരു ഇമാജിൻ ചെയ്യാൻ പറയാറുണ്ട് നമ്മുടെ അമ്പലത്തിൽ വരുന്ന ആൾക്കാരോടൊക്കെ. നിങ്ങളുടെ കാലിലാണ് പിടിച്ചു വലിക്കുന്നത്, നിങ്ങൾ ഏത് നാമം ജപിക്കും? യാദേവി സർവഭൂതേഷു ഓർമ്മ വരുന്ന എത്ര പേരുണ്ടെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സർവമംഗളം മംഗല്യേ എന്ന് ഉറക്കം വിളിക്കുന്നു. അതൊരു ശബ്ദം വായിൽ നിന്ന് വരുള്ളൂ. എന്ത്? അമ്മേ എന്നുള്ളത്. അതിന് മുകളിൽ വാക്കില്ല ഭഗവതി സംബന്ധിച്ചിടത്തോളം. യാദേവി സർവഭൂതേഷു അല്ല, ഈ ഭൂതത്തിന്റെ മുഖം മാത്രമേ അപ്പൊ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഈ പുറകിൽ നിൽക്കുന്ന ഭൂതം. അപ്പൊ എന്തേ നിർത്തിയുള്ളൂ? കുട്ടികളെ കൊണ്ട് അമ്മയെ നിർമ്മിപ്പിക്കുക. കാരണം എന്താ? ഇന്ന് നമ്മൾ പണ്ടത്തെ യക്ഷിയൊക്കെ ഡീസന്റ് ആയിരുന്നു. ഇന്ന് പലജാതി യക്ഷികളാണ് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ലഹരി, ഡിപ്രഷൻ, ആത്മഹത്യയിലേക്കുള്ള ചിന്ത, ഇതൊക്കെ ഒന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ്. ഇതിന്നൊക്കെ രക്ഷ നേടാൻ എന്തേ നിർത്തിയുള്ളൂ? കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള സ്ലോഗൻ അല്ലോ, ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് പണ്ട്. ആപത്തിക്കും കരണീയൻ നമ്മുടെ ചിത്രത്തേച്ച് വരുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ്, ആരെയൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീച്ച് കൊണ്ട് പാടിപ്പിക്കുക. ആപത്തിക്കും കരണീയൻ, ആപത്തിക്കും കരണീയം എന്നാണ്. കാക്കശ്ശേരി ഭട്ടതിരിയോട് മലയാള ചോദിച്ചാണ്, ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? ആപത്തിക്കും കരണീയൻ. എന്താ ഉത്തരം? പറഞ്ഞു, സ്മരണീയം ചരണയുഗളം അമ്പായം. അമ്മയുടെ പാതാരബന്ധങ്ങൾ ആശ്രയിക്കാനാണ് പറഞ്ഞത്. ആപത്ത് വരുമ്പോ എന്ത് ചെയ്താൽ മതി? അമ്മയുടെ പാതാരബന്ധങ്ങളെ ആശ്രയിച്ചാൽ മതി. ആ അമ്മയാണ് ആശ്രയിക്കുന്നതിനകത്ത് ഇപ്പൊ നമ്മളെ കാത്തിരിക്കുന്നത്. ഏതാപത്ത് വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ അന്യായപ്പെട്ട് മാറത്ത് കൈവച്ച് അമ്മേ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഭയത്തോടു കൂടിയാണ്. ഭയക്കാത്തവർക്കാണ് വാരിക്കൂരി കൊടുത്തത്. അയാളുടെ പരിവാരങ്ങളും ചേർന്ന് ഒരു മനുഷ്യനെ പേടിപ്പിക്കാൻ നോക്കി. അയാള് ആ ഭഗവതിയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അപ്പൊ ഭഗവതി പറഞ്ഞു, നീ എന്നെ കണ്ട് പേടിച്ചില്ലല്ലോ, എന്തെങ്കിലും വരം ചോദിച്ചോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ ആയുസ് എത്ര ഉണ്ടെന്ന് അറിയണം. 80 വയസ്സ് ആയുസുണ്ട്. ഒരു ദിവസം കൂട്ടൂ, സാധിക്കില്ല. ഒരു ദിവസം കുറയ്ക്കൂ, അതും സാധിക്കില്ല. പിന്നെ എന്ത് സാധിക്കും? എന്റെ ഇടത്തെ കാലിനെ മന്തെടുത്തിട്ട് വലത്തെ കാലിൽ ആയിക്കോളും. എത്ര സിമ്പിൾ കോൺവെർസേഷൻ ആണ് ഒരു അമ്മയും മകനും തമ്മിലുള്ളത്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ ആ കഥയോടെ പറഞ്ഞ് പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. കുട്ടികളുള്ളതാണ്. ഒരു കുട്ടി ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തായിരുന്നു. അമ്മ സാധാരണ രീതിയിൽ ചെയ്യാൻ രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും. രാത്രി കഴിഞ്ഞാൽ ഭക്ഷണമില്ല. കുട്ടി ചോറിപ്പം കിട്ടുന്ന ഇങ്ങനെ ഇരിക്കും. അമ്മ പറയും, അരി തിളപ്പിക്കാൻ വെച്ചിട്ട് അരി തിളക്കട്ടെ. കാരണം ചട്ടി മാത്രമേ ഉള്ളൂ, അതിലെന്തില്ല, ചാവൽ അരി എന്നുള്ള സാധനമില്ല. ഇതിപ്പോ തിളക്കുന്ന കയറ്റിയിട്ട് കുട്ടി നേരെ കുറെ നേരം അമ്മയുടെ മടി കിടക്കുമ്പോൾ എപ്പോഴും അത് ഉറങ്ങിപ്പോയി. രാവിലെ എണീക്കുമ്പോണ്ട് കുറെ ദിവസം കഴിയുമ്പോൾ അമ്മയോട് കുട്ടി എന്ന് പറഞ്ഞു, മനുഷ്യനെ പറ്റിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ കുറെ ദിവസമായി കരം വെച്ചിട്ടുള്ള അഭ്യാസം നടക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഭക്ഷണം കിട്ടിയത് ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞു. കുട്ടി കഴിഞ്ഞു. ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലാണെന്ന് മകനെ അറിയിച്ചു. അതൊന്നും എനിക്ക് പറഞ്ഞ കേട്ടിട്ട് കാര്യമില്ല, എനിക്ക് ഇന്ന് രാത്രി ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് അമ്മ പറഞ്ഞത്രേ, അടുത്തുള്ള അമ്പലമുണ്ട്, അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് അങ്ങോട്ട് പോകുന്നു. മധുരകാളിൽ അമ്പലമായിരുന്നു കഥ. ഇതേപോലെ കുട്ടി അവിടെ പോയിട്ട് ശമ്പളം പഠിച്ചിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങി. നമ്പൂതിരിയില്ല, അവിടെ നേരിച്ച പായസം ഒരു പഴം പോലും ഇല്ല കിട്ടാൻ. അതിനൊരു മന്ത്രം അറിയില്ല. ഇതിന് ആകാരണ മന്ത്രം അമ്മയെ ചോറ് തരണേന്നായിരുന്നു. അമ്മയെ ചോറ് തരണേ. എത്രയോ തവണ അമ്മയെ ചോറ് തരണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷാൽ ഭദ്രകാളി അദ്ദേഹത്തിന് മുമ്പിൽ വന്നതാണ്. അമ്മ വന്ന സമയത്ത് അമ്മയുടെ യഥാർത്ഥ രൂപം അമ്മ കാണിച്ചു കൊടുത്തു. എത്രയോ തലകൾ, എത്രയോ കൈകൾ, ഓരോ കൈയിലും ആയുധങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ അമ്മയെ കണ്ടുടനെ കുട്ടി ചിരിക്കാൻ തുടങ്ങി.
ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭദ്രകാളി വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ആരും ചിരിച്ചിട്ട് പതിവില്ല. രണ്ട് ചോയ്സ് ആണുള്ളത്. ഒന്നെങ്കിൽ വന്ന ആളപ്പം തന്നെ എന്നെ പിടിച്ചോ, അല്ലെങ്കിൽ പിന്നെ ആൾ എണീക്കാനില്ല. അപ്പൊ ഇത്രയും നാൾ എന്നെ കണ്ട് ഭയക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ ഒരു ചെറിയ ചെക്കൻ എന്നെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ദേവിക്ക് തന്നെ അപമാനിക്കുകയാണ് തോന്നി. ഇത്ര ദേവി തന്റെ കയ്യിലുള്ള ഖഡ്ഗം പാള് അതങ്ങനെ പൊക്കിയിട്ട്, നീ എന്നെ കണ്ട് അപമാനിക്കുന്നു, ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലുന്നുള്ളൂ. ഈ കൈ പൊക്കിയ ഉടനെ രണ്ട് കൈയും കൂപ്പിയിട്ട് കുട്ടി ഒരു ശബ്ദം പറഞ്ഞു. ഏത് ശബ്ദം? അമ്മേ. അമ്മേ എന്ന് പറഞ്ഞ ഉടനെ എക്സ്പ്ലനേഷൻ കൂടെ കേൾക്കണ്ടെന്ന് പറയാം. ഓട്ടോമാറ്റിക്കലി കൈ ഇങ്ങോട്ട് താത്തി പോയില്ല. ആ ഒറ്റ വീഡിയോ വരുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തമാശ എടുക്കരുത്. നിങ്ങൾ ദാരികാവധം കല്ലാറ്റുകുറുപ്പിന്റെ സമ്പ്രദായത്തിലുള്ള കളമ്പാട്ട് വായിക്കണം. ദാരികനെ വധിക്കാൻ പോയ ഭഗവതിയുടെ കാലിനടി കിടന്ന് ദാരികൻ ഭഗവതിയെ കെട്ടിപ്പിടിച്ച് കടന്നിട്ട് പറയും, ഞാനും നിന്റെ മകനല്ലേ, നീ എന്നെ കൊല്ലാൻ പാടുണ്ടാവും. സൂര്യനാണ് ചന്ദ്രനാണ് ഞാൻ നന്നായിക്കോളാം, ത്രിമൂർത്തികളാണ് ഞാൻ നന്നായിക്കോളാം, സപ്തമാതൃക്കളാണ് ഞാൻ നന്നായിക്കോളാം. പ്രോമിസ് കൊടുക്കും ഭഗവതിക്ക്. ദേവിക്ക് മകനെ പോലെ തോന്നുന്നില്ല ദാരികനെ കണ്ടിട്ട്. ദേവകളോട് പറയുക, നീ ജനിച്ചത് ഇവരെ കൊല്ലാൻ വേണ്ടിയാണ് കൊല്ലുന്നത്. അപ്പളാ വന്നത്. അതുപോലെ മകനോടുള്ള ഒരു വാത്സല്യം ഉണ്ടായിരുന്നതാണ് ദാരികനെ കണ്ടിട്ട്. ആരെ കൊല്ലാനാണോ ജനിച്ചത് അവൻ ആരായിട്ട് കണ്ടു? മകനായിട്ട് കണ്ടു. അതാണ് അയാളുടെ മാർഗം. ആ കുട്ടിയാണ് അമ്മയെന്ന് വിളിച്ചപ്പോ ഈ ഓട്ടോമാറ്റിക്കലി കൈ താണിട്ട് കുട്ടി പറഞ്ഞത്രേ ഭഗവതിയോട്, ഞാൻ അമ്മയെ കളിയാക്കി ചിരിച്ചല്ല, ഞാനൊരു കാര്യം ആലോചന ചിരിച്ചായിരുന്നു. ഈ ടീച്ചർമാരായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഒരു മോശം സ്വഭാവം ഉണ്ട്. ഈ ഭഗവതിക്ക് ഈ ഡയലോഗ് ഉണ്ടല്ലോ, എന്തിനാ ചിരിച്ച്, ഞങ്ങൾ കൂടെ കേൾക്കട്ടെ, ഞങ്ങളെ കൂടെ ചിരിക്കട്ടെ. കുട്ടി ഭഗവതിയോട് പറഞ്ഞത്രേ, അമ്മേ ഞങ്ങളുടെ നാട്ടില് വലിയൊരു മൈതാനമുണ്ട്, ഞങ്ങൾ അവിടെ തലപ്പന്ത് കളിക്കാറുണ്ട്. തലപ്പന്ത് കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശീലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അമ്പലക്കുളം, അമ്മ കുളിക്കണ കുളമില്ല, ആ കുളത്തിൽ പോയിട്ട് ഞങ്ങൾ ചാടിയിട്ട് കുളിക്കും. അപ്പൊ ഞങ്ങൾ ഭയങ്കര വേർത്തിട്ടായിരിക്കുക, സ്വെറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ട് കുളിച്ച് കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം ജലദോഷം, പനി ഇത്യാദി സാധനങ്ങളൊക്കെ പുറകെ വരും. അമ്മ പനി വരുന്നത് ഞാൻ സഹിക്കും. എനിക്ക് ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ജലദോഷം വരിക എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് മൂക്കൊലിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ. ഞാൻ ഒരു മൂക്ക് തുടയ്ക്കുമ്പോഴേക്കും ഈ പറഞ്ഞ കൂടെ ഗംഗാപ്രവാഹം. എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാൻ ആലോചിച്ചത്, അമ്മ ഈ ഒരു തല വെച്ചിട്ട് ജലദോഷം വരുമ്പോൾ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇക്കണ്ട തലയൊക്കെ വെച്ചിട്ട് കോൾഡ് വരുമ്പോൾ ഹൗ ക്യാൻ